First of all, thanks for being here in my YouTube channel. Okay, let's start with the part 2 of the principles of inheritance. Okay, part 2. നമ്മൾ പാർട്ട് 1 കുറച്ച് ടേംസ് പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. ആ ടേംസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള ടോപ്പിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ആ ടേംസൊക്കെ പഠിച്ചിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത്? ഫർദർ ടോപ്പിക്സ് ആണ് അല്ലേ. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഗ്രിഗർ മെൻ്റലിനെ കുറിച്ചാണ്. ആരാണ് ഗ്രിഗർ മെൻ്റൽ? ഗ്രിഗർ മെൻ്റൽ എന്ത് ചെയ്തു? ഗ്രിഗർ മെൻ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ആരാണ് ഗ്രിഗർ മെൻ്റൽ നമുക്കറിയാം അല്ലേ. ഒരു ഫിഗർ കൊണ്ടുവരാൻ നമുക്ക് ആരാണ് ഗ്രിഗർ മെൻ്റലിനെ കാണിക്കാനായിട്ടുള്ള ഒരു ഫിഗർ കൊണ്ടുവരാം. ഓക്കെ, ഇദ്ദേഹമാണ് ഗ്രിഗർ മെൻ്റൽ. ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലേ. ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നു, ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഹീസ് എ പ്രൈസ്ഡ് അല്ലേ. അദ്ദേഹം ഒരു പ്രൈസ്ഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം അതായത് ജെനറ്റിക്സ് എന്നുള്ള ബ്രാഞ്ച് ഉണ്ടാവാൻ കാരണം അദ്ദേഹമാണ്. ജീനെ ഫാക്ടർ എന്ന പേരിൽ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഈ ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ മോഡേൺ ബയോടെക്നോളജി, പിന്നെ ഇപ്പോൾ നമുക്ക് പല ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് അറിയാമല്ലേ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ പോലുള്ള കുറേ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഡിഫക്റ്റീവായിട്ടുള്ള ജീനുകൾ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ കാണപ്പെടും. ഈ ജീൻസിനൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ബയോടെക്നോളജി എന്നുള്ള ബ്രാഞ്ച് ഓഫ് ബയോളജി വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഫർദർ അഡ്വാൻറ്റേജസ്, കുറേ മുന്നേറ്റങ്ങൾ നമ്മൾ ബ്രാഞ്ച് ഓഫ് ബയോളജിയിലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉണ്ടാവാൻ കാരണം അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഈ ജെനറ്റിക്സ് എന്നുള്ള ബ്രാഞ്ച് ഓഫ് ബയോളജി കണ്ടുപിടിച്ച് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമിൻ്റെ ഉള്ളിലുള്ള DNA കാണപ്പെടുന്ന ജീൻ അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണത്. അപ്പോൾ ഇതിലേക്കൊക്കെ വഴി തെളിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗ്രിഗർ മെൻ്റൽ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തി. ഏതിലാണ് നടത്തിയത്? പിസം സറ്റൈവം അല്ലെങ്കിൽ പീ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയിൽ. അത് നമ്മുടെ സാധാ പയറ് ചെടി അല്ലേ. അതിലാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയത്. എക്സ്പെരിമെൻറ്റ്സ് എത്ര വർഷത്തോളം നടത്തി? 7 ഇയേഴ്സോളം അദ്ദേഹം നടത്തി. 1856 തൊട്ട് 1863 വരെ. എന്താണ് അദ്ദേഹം നടത്തിയത്? അദ്ദേഹം 2 ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള 2 പ്ലാന്റിനെ എടുത്തു. കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള 2 പ്ലാന്റ്സിനെ, പാരൻ്റൽ പ്ലാന്റിനെ, മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരെ ക്രോസ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാക്കി. ആ ഓഫ് സ്പ്രിങ്സിനെ വീണ്ടും സെൽഫ് ചെയ്തു. അങ്ങനെ F2 ജനറേഷൻ ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കുറേ ജനറേഷനുകളിൽ പുതിയ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കി. അതാണ് ഇത്രയും വർഷങ്ങളെടുത്തത്. എന്നിട്ട് ഈ കുറേ ഒബ്സർവേഷൻസ് നടത്തി. അദ്ദേഹം കുറേ ഫൈൻഡിങ്സിലേക്ക് എത്തി, കുറേ പ്രിൻസിപ്പിൾസ്, അതിൽ നിന്ന് കുറച്ച് പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിന് എന്താ പറയുക? ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയറാണ് അദ്ദേഹം നടത്തിയത്. ഈ പീ പ്ലാന്റിൽ കുട്ടിപ്പയർ ചെടികൾ എങ്ങനെ ഉണ്ടാക്കിയത്? ഓഫ് സ്പ്രിങ്സിനെ, പ്രോജനീസിനെ ഇതാണ് വേർഡ്സ് കേട്ടോ. പുതിയ പാരൻറ്റിൽ നിന്ന് പുതിയ കുട്ടികളുണ്ടാക്കും. ആ കുട്ടികൾ എന്താ പറയുക? ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ പ്രോജനീസ് എന്ന് പറയും. ഈ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പ്രൊസീജിയർ വഴിയാണ് അദ്ദേഹം യങ് ജനറേഷനെ, ഓഫ് സ്പ്രിങ്സിനെ അല്ലെങ്കിൽ പ്രോജനീസിനെ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ? നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പ്രൊസീജിയർ എന്ന ടോപ്പിക്ക് സെക്ഷൽ റിപ്രൊഡക്ഷനിൽ പഠിച്ചു അല്ലേ. അത് തന്നെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡ് വെറൈറ്റീനെ എങ്ങനെ ഉണ്ടാക്കും? ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഒരു നല്ല ക്യാരക്ടറുള്ള ഒരു പാരൻ്റൽ പ്ലാന്റ് മെയിൽ പാരൻറ്റും 2 സെലക്ട് ചെയ്തു. അതിൽ നിന്ന് അവരെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്താണ്? പോളൻ ഗ്രെയിൻസ് ഉണ്ടാവണം. പിന്നെ പോളൻ ഗ്രെയിൻസിൽ 2 മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവും. മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവണം, ഓവോ ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവണം? നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ പഠിച്ചല്ലോ. ഓവലിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ എഗ്ഗ് ഉണ്ടാവും. മെച്ചുറാവുമ്പോൾ പിന്നെ എഗ്ഗ് അല്ലേ, എഗ്ഗിലേക്ക് ആര് വരണം? ഫിമെയിൽ ഗ്യാമേറ്റ് വരണം. അതിനെന്ത് വേണം? പോളിനേഷൻ നടക്കണം. അപ്പോൾ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് വന്നിരിക്കണം. പോളൻ ഗ്രെയിൻസിൻ്റെ പോളൻ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ മെയിൽ ഗ്യാമേറ്റ്സ് ഇറങ്ങി മൈക്രോപൈലർ റീജിയൻ കൂടെ എത്തി എഗ്ഗായിട്ട് ഫെർട്ടിലൈസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പോളിനേഷൻ നടത്തണം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയറിലെ സ്റ്റെപ്സ് എന്നതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. വിച്ച് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹൈബ്രിഡൈസേഷൻ? എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഫസ്റ്റ്, സെലക്ഷൻ ഓഫ് 2 പാരൻ്റൽ പ്ലാന്റ്സ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്.
ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുള്ള 2 പാരൻ്റൽ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തു, മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസിനെ. അതിൽ ഇമാസ്കുലേഷൻ നടത്തി. ഇമാസ്കുലേഷൻ നടത്തേണ്ടത് മെയിൽ പാരൻറ്റിൽ നിന്നായിരിക്കുമോ ഫീമെയിൽ പാരൻറ്റിൽ നിന്നായിരിക്കുമോ? ഓഫ് കോഴ്സ് ഫീമെയിൽ പ്ലാന്റിൽ നിന്ന്. അത് ബൈസെക്ഷൽ മൊണീഷ്യസ് ആയിട്ടുള്ള ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കും. അതിൽ നിന്ന് മെയിൽ പ്ലാന്റിനെ അല്ലെങ്കിൽ ആന്തറിനെ അല്ലെങ്കിൽ സ്റ്റേം, റിമൂവൽ ഓഫ് ആന്തർ അല്ലേ, അതിനെയാണ് ഇമാസ്കുലേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫിമെയിൽ പ്ലാന്റിൽ നമ്മൾ സെലക്ട് ചെയ്ത ഫീമെയിൽ പ്ലാന്റിൽ എന്തുണ്ടായിരിക്കും? മെയിൽ പ്ലാന്റ് ആന്തർ സ്റ്റേമൻ ഉണ്ടായിരിക്കും, അതിൽ ആന്തറും ഉണ്ടായിരിക്കും. അപ്പോൾ സെൽഫ് പൊളിനേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇമാസ്കുലേഷൻ നടത്തും. എവിടെ ഇമാസ്കുലേഷൻ നടത്തുക? സെലക്റ്റഡ് ഫീമെയിൽ പാരൻറ്റിൽ. എന്നിട്ട് നമ്മൾ അത് നല്ല മെച്ചുറാവുമ്പോൾ അതിൻ്റെ സ്റ്റിഗ്മയിൽ എന്ത് നടത്തും? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നടത്തുന്നതാണ്, നാച്ചുറൽ അല്ല അല്ലേ. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെലക്ട് ചെയ്ത മെയിൽ പ്ലാന്റിൽ പൊളൻ ഗ്രെയിൻസ് മെച്ചുറാവുന്ന സമയത്ത് പൊളൻ ഗ്രെയിൻസിൽ പൂമ്പൊടി ഉണ്ടാവും. നമ്മുടെ ആന്തറിൽ സ്റ്റേമനിൽ ടിപ്പിലുള്ള ആന്തർ ഡെഹിസ് ചെയ്തിട്ട് പൊളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരും അല്ലേ. ആ പൊളൻ ഗ്രെയിൻസിനെ നമ്മൾ ഡസ്റ്റ് ചെയ്യും സ്റ്റിഗ്മയിൽ. അപ്പോൾ സ്റ്റിഗ്മയിലെത്തുമ്പോൾ റോങ് ആൻഡ് ട്രൂ ടൈപ്പ് ഓഫ് പൊള്ളൻ അത് തിരിച്ചറിഞ്ഞിട്ട് ട്രൂ ആയിട്ടുള്ള പൊള്ളൻ പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യും, അത് മെയിൽ ഗ്യാമൈറ്റ്സ് റിലീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ്? പൊളിനേഷൻ നടത്തുക, അതിൻ്റെ ഫലമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളറിയാം ഓവൽ സീഡൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് സീഡ് കിട്ടും, ആ സീഡിനെ കളക്ട് ചെയ്യുക, എന്നിട്ട് മുളപ്പിക്കുക. അതിനെയാണ് കളക്ഷൻ ആൻഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹൈബ്രിഡൈസേഷൻ? സെലക്ഷൻ ഓഫ് ദി പാരൻ്റൽ പ്ലാന്റ്സ് വിത്ത് 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫീമെയിൽ പാരൻ്റൽ പ്ലാന്റ്, pollination and fertilization, and last collection and germination. അപ്പോൾ ഈ കളക്ട് ചെയ്ത സീഡിനെ മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറേ സീഡ് കിട്ടുമല്ലേ. ഒരു പോഡിൽ 5 സീഡ് കിട്ടുമെന്ന് വെച്ചാൽ 5 സീഡിനെ മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കിയ നമുക്ക് F1 ജനറേഷൻ കിട്ടി. ഈ F1 ജനറേഷനെ ഇനി വേറൊരു പ്ലാന്റ് ആയിട്ടല്ല, സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കണം. ഇപ്പോൾ ആദ്യത്തെ ജനറേഷൻ ഓഫ് ഓഫ്സ്പ്രിങ്സിനെ കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ജനറേഷൻ എങ്ങനെയാണ് മെൻ്റൽ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെ ഉണ്ടാക്കിയത്? ഇപ്പോൾ നമുക്ക് ഓഫ്സ്പ്രിങ്സ് ഒരു 10 സീഡ് കിട്ടിയെന്ന് വിചാരിക്കുക, ഇങ്ങനെ മെയ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ 10 സീഡിനെയും നമ്മൾ മുളപ്പിക്കും. ആ 10 സീഡിൽ ഒരേപോലെയുള്ള ആൾക്കാർ അല്ലേ, F1 ഹൈബ്രിഡിനെ ആ കിട്ടിയ 2 പ്ലാന്റുകൾ തമ്മിൽ സെൽഫ് ചെയ്യുക. അങ്ങനെയാണ് F2 ജനറേഷൻ ഉണ്ടാക്കുക. അപ്പോൾ F1നെ സെൽഫ് ചെയ്യുക, F1 × F1 അങ്ങനെ എന്തുണ്ടാക്കും? F2 ജനറേഷൻ. അങ്ങനെ പ്രൊസീജിയർ ഇങ്ങനെ കുറേ ഹൈബ്രിഡൈസേഷൻ നടത്തി, അതിൻ്റെ ഒബ്സർവേഷനൊക്കെ കണ്ടെത്തി, അതിനെ കൺക്ലൂഡ് ചെയ്ത് കുറച്ച് കൺക്ലൂഷനിലേക്ക് എത്തി. കുറച്ച് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, കുറച്ച് ലോസ് പ്രിൻസിപ്പിൾസ് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കണം. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻറ്റിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയറാണ്. ഓക്കെ, ഇനി അദ്ദേഹം ആരെയാണ് സെലക്ട് ചെയ്തത്? പീ പ്ലാന്റിനെയാണ് സെലക്ട് ചെയ്തത്. പീ പ്ലാന്റിൻ്റെ ബൊട്ടാണിക്കൽ നെയിം പിസം സറ്റൈവം അല്ലേ. പിസം സറ്റൈവത്തിനെയാണ് അദ്ദേഹം ഹൈബ്രിഡൈസേഷന് വേണ്ടി സെലക്ട് ചെയ്തത്. അതിനെന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ കാരണം എന്നുള്ളതൊക്കെ നമ്മൾ 10th പഠിച്ചു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലൈഫ് സൈക്കിൾ വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കി കമ്പയർ ടു another plants. ഓക്കെ, പിന്നെ സെവറൽ പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറേ എണ്ണം അതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ഈ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് ഈ 7 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ക്യാരക്ടർ ഡോമിനൻ്റ് ആണ്, മറ്റൊരു ക്യാരക്ടർ റിസസീവ് ആണ്. അപ്പോൾ ഒരു ക്യാരക്ടർ എടുത്തു, അതിൻ്റെ എന്താ കോൺട്രാസ്റ്റിംഗ് പെയർ ക്യാരക്ടർ എന്താണ്. അപ്പോൾ ഇത് ഡോമിനൻ്റ് റിസസീവ് 7 എണ്ണം പഠിക്കണം. അതിൻ്റെ ഡോമിനൻ്റ് പഠിക്കണം, റിസസീവ് പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അതിൻ്റെ ഫീനോടൈപ്പ് ജീനോടൈപ്പ് എഴുതാൻ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്രോസ് പബ്ലിക് എക്സാമിന് വരുമ്പോൾ കൃത്യമായിട്ട് വളരെ സ്പീഡിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തെറ്റൊക്കെ സംഭവിച്ച് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പഠിക്കണം. ഈ 7 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, അതിൻ്റെ ഡോമിനൻറ്റും റിസസീവും ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം 7 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ് സെലക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് 7 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പറയാം അല്ലേ. ഏതൊക്കെയാണ് 7 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമ്മൾ പറയാൻ പോവാണ്. ഫസ്റ്റ് ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ക്യാരക്ടറാണ്
സ്റ്റെം ഹൈറ്റ്. ഓക്കെ, നമുക്കറിയാം ടോൾ എന്നുള്ളത് ഡോമിനൻറ്റ് ക്യാരക്ടർ, ഡ്വാർഫ് എന്നുള്ളത് റിസസീവ് ക്യാരക്ടർ. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഡോമിനൻറ്റ് ക്യാരക്ടർ? എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്, അല്ലേ? അപ്പോൾ എന്താണ്, വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ. ആ ഹൈബ്രിഡിൽ, F1 ഹൈബ്രിഡിൽ ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ചെയ്യും മറ്റേതിനെ. എക്സ്പ്രസ്ഡ് ക്യാരക്ടറിനെ പറയുന്ന പേരാണ് ടോള്. സപ്രസ് ചെയ്യുന്ന ക്യാരക്ടറിന് പറയുന്ന പേരാണ് റിസസീവ്. റിസസീവ് എല്ലായ്പ്പോഴും ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കും. ഡോമിനൻ്റ് 2 ടൈപ്പ് ഉണ്ട്, ഹോമോസൈഗസ് ആൻഡ് ഹെറ്ററോസൈഗസ് ടോൾ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ TT എന്നാണ് നമ്മൾ എഴുതുക, ഡോർഫിനെ സ്മോൾ ടി എന്ന് എഴുതും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെം ഹൈറ്റ്, ടോൾ ആൻഡ് ഡോർഫ്. സെക്കൻഡ് ക്യാരക്ടർ ഏതാണ്? ഫ്ലവർ കളർ. വയലറ്റ് ഓർ പർപ്പിൾ ഈസ് the dominant character and its recessive character is capital W is the dominant character, small w is the recessive. ഇത് രണ്ടും നമ്മൾ ക്രോസിനൊക്കെ വരാറുള്ളൊരു ടോപ്പിക്കാണ്, ഒരു പെയർ ഓഫ് ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. പിന്നെ ഫ്ലവർ പൊസിഷൻ പഠിച്ചിരിക്കുക. ഒന്ന് സെൻട്രൽ ആക്സിസിലായിരിക്കും, കണ്ടോ, ആക്സിസിൽ, ഈ സെൻട്രൽ ആക്സിസിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ട് കാണപ്പെടും. രണ്ടാമതെന്ന് പറയുന്നത് ടെർമിനലിൽ, ടിപ്പിലായിരിക്കും ഫ്ലവർ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ ആക്സിസിൽ കാണപ്പെടുന്നത്, ആക്സിൽ എന്ന് പറയുന്നത് ഡോമിനൻറ്റ് ക്യാരക്ടർ ആൻഡ് റിസസീവ് ഈസ് ടെർമിനൽ. ഓക്കെ, ഇത് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം കേട്ടോ, എന്തായാലും എപ്പോൾ ചോദിച്ചാലും നമ്മൾ പറഞ്ഞിരിക്കണം. ഇനി പോഡ് ഷേപ്പ് പറയാണ്. പോഡ് ഷേപ്പിന് നമ്മളൊരു കോഡായിട്ട് പഠിക്കുന്നതാണ് നമ്മുടെ പച്ചപ്പയർ, അല്ലേ? നമ്മൾ വെജിറ്റബിളായിട്ട് കഴിക്കുന്നതാണ് പച്ചപ്പയർ. പച്ചപ്പയറിൻ്റെ തൊലി ഇങ്ങനെയാണ് പച്ച കളറിലായിരിക്കുക. പച്ചക്കളറ്, അപ്പോൾ എന്താണ്? പച്ചപ്പയറിൻ്റെ തൊലിന് എന്താ പറയുക? പോഡ്, അല്ലേ? പോഡ് ഷേപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. പച്ച കളറ് വരുന്നത് പോഡ് കളറിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഷേപ്പ് വരുമ്പോൾ എങ്ങനെയാണ്? ഇൻഫ്ലേറ്റഡ് ഓർ ഫുൾ എന്ന് പറയും. അതായത് ഇതാണ് ഷേപ്പ്, ഇങ്ങനെ ഫുള്ളായിട്ട് കാണപ്പെടുക, അതിൽ ചുളിവോ മടക്കോ ഒന്നും ഇല്ലാണ്ട്. അങ്ങനെ എന്താ പറയുക? ഇൻഫ്ലേറ്റഡ് ഓർ ഫുൾ എന്ന് പറയും. ഇതിലിങ്ങനെ കുഴിയായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻഫ്ലേറ്റഡ്, ഫുൾ ഓർ കൺസ്ട്രിക്റ്റഡ് റിസസീവ് ക്യാരക്ടർ. ഇനി വേണം നമ്മൾ പച്ചപ്പയറിനെ ആലോചിക്കേണ്ടത്. പച്ചപ്പയർ, തെറ്റരുത്, പച്ചപ്പയർ, പച്ച കളറിൽ പോട് കാണപ്പെടുന്ന പയറുള്ള എന്താണ്? പച്ച കളറ് എന്ന് പറയുന്നത്, പച്ച കളർ എന്താണ്? ഡോമിനൻ്റ് ക്യാരക്ടറാണ്. യെല്ലോ കളർ എന്താണ്? റിസസീവ് ക്യാരക്ടറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി സീഡിലേക്ക് പോവാണ്. സീഡിൻ്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്നത് ഡോമിനൻ്റ് ക്യാരക്ടർ. എങ്ങനെയാണ് ഇരിക്കുന്നത്? റിസസീവ് റിങ്കിൾ ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നതാണ് റിസസീവ് ക്യാരക്ടർ. ഓക്കെ, ഇനി ഇവിടെ ഗ്രീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ ആയിട്ടിരിക്കുക കേട്ടോ. യെല്ലോ എന്ന് പറയുന്നത് റിസസീവാണ്, സ്മോൾ വൈ. ഇനി നമ്മൾ പറയുന്നത് സീഡ് ഷേപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി സീഡ് കളറിലേക്ക് അടുത്തതാണ് ഗ്രീൻ ആൻഡ് യെല്ലോ വരുന്ന അടുത്ത ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ്. ഇവിടെ സീഡ് കളർ ആലോചിക്കുമ്പോൾ നമ്മൾ ഗ്രീൻ പീസിനെയാണ് ആലോചിക്കേണ്ടത്. ഗ്രീൻ പീസ്. ഓക്കെ, എന്താ ഗ്രീൻ പീസിൻ്റെ പ്രത്യേകത? ഗ്രീൻ പീസ് ഒരു സീഡാണ്, അല്ലേ? ഗ്രീൻ പീസിൻ്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള സീഡ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് വന്നു? റിസസീവായിട്ട് വന്നു. ഓക്കെ, കണ്ടോ? ഇവിടെ യെല്ലോ ആയിരുന്നു റിസസീവ്. എവിടെ? പച്ചപ്പയർ പച്ച കളറിൽ പോട് വന്നാൽ അതെന്താണ്? ഡോമിനൻ്റ്. ഓക്കെ, ഇവിടെ ഗ്രീൻ എന്ന് പറയുന്നത് ഡോമിനൻ്റായി. ഏതിൽ? പോഡ് കളറിൽ. യെല്ലോ എന്ന് പറയുന്നത് റിസസീവായി. പക്ഷേ ഗ്രീൻ പീസ് എന്താണ്? സീഡ്, അല്ലേ? സീഡിൻ്റെ കളറ് യെല്ലോ വന്നാൽ എന്തായി? യെല്ലോ വന്നാൽ അത് ഡോമിനൻ്റ് ക്യാരക്ടറായി. ഓക്കെ, അപ്പോൾ പച്ചപ്പയർ എന്ന് പറഞ്ഞാൽ പച്ചപ്പയർ ആലോചിക്കുക, പോഡാണ്. പോഡ് കളറ് ഗ്രീൻ വന്നാൽ, പച്ചപ്പയറിൽ പച്ച വന്നാൽ ഗ്രീൻ വന്നാൽ അത് ഡോമിനൻ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസസീവ് എന്താ? യെല്ലോ. ഇനി സീഡ് കളറ് ഗ്രീൻ കളറിൽ വരുന്നത് അത് സീഡ് കളറാണല്ലേ, അത് ഗ്രീൻ വരുന്നത് ഇവിടെ റിസസീവാണ്. അതിൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടർ ചെയ്താൽ വൈ. ഓക്കെ, ഈ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ക്രോസ് എടുത്തു. അങ്ങനെയൊക്കെ ഉള്ള വരുന്നത് ഒരു ക്രോസ് വരുന്നു പറഞ്ഞാൽ റൗണ്ട് ആൻഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കിട്ടണം. എങ്ങനെയായിരിക്കും? റൗണ്ട് എന്ന് പറയുന്നത് ഡോമിനൻ്റ് ക്യാരക്ടർ, അപ്പോൾ RR എഴുതാൻ കിട്ടണം. യെല്ലോ എന്ന് പറയുന്നത് യെല്ലോ സീഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളറിലത് റിസസീവാ, അപ്പോൾ സ്മോൾ വൈ എടുക്കുക. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് നമ്മളുടെ പോഡ് അല്ല, ഇത് ഇവിടെ യെല്ലോ സീഡഡ് ആണ്. പോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ റിങ്കിൾഡ് പറഞ്ഞാൽ സ്മോൾ വൈ, പിന്നെ ഗ്രീൻ പീസ് ഏതാ? റിസസീവ്, അല്ലേ? സീഡ് കളറ് ഗ്രീൻ വരുന്നത് റിസസീവ്. അപ്പോൾ ഈ ക്രോസ് എഴുതണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? നമുക്ക് ഏതാണ് 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആൻഡ്
ആൻഡ് അതിൻ്റെ റിസസീവ് ആൻഡ് ഡോമിനൻ്റ്, അതിൻ്റെ ഫീനോടൈപ്പ്, ജീനോടൈപ്പ് തെറ്റരുത്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വരാനുള്ളത് ഗ്രീൻ യെല്ലോ രണ്ട് വരുന്നതാണ്. ഒരിടത്ത് ഗ്രീൻ ഡോമിനൻറ്റും മറ്റിടത്ത് ഗ്രീൻ റിസസീവ് വരും. അപ്പോൾ ഗ്രീൻ പീസ് എന്ന് പറയുന്നത് സീഡാണ്, സീഡിൻ്റെ കളർ ഗ്രീൻ വരുന്നത് റിസസീവാണ്. പച്ചപ്പയർ എന്ന് പറഞ്ഞാൽ പോഡ് കളറാണ്, പോഡ് കളറ് പച്ച വരുന്നത്, പച്ച വരുമ്പോൾ അത് ഡോമിനൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പച്ചപ്പയറും സീഡ് കളറ്, പച്ചപ്പയറിനെ ആലോചിക്കുക. ഇവിടെ പച്ചപ്പയർ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ക്യാരക്ടറാണ്. ഇവിടെ സീഡ് കളറ് ഗ്രീൻ പീസ്, സീഡ് എന്ന് പറയുന്നത് ഗ്രീൻ എന്ന് പറയുന്നത് റിസസീവ് ക്യാരക്ടറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ ക്രോസസിലേക്ക് പോകുമ്പോൾ നല്ല എളുപ്പത്തിൽ വേഗം ക്രോസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി അല്ലേ? അപ്പോൾ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പ്രൊസീജിയർ കൂടിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ്, കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നും പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ്. നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചു, ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു, എന്താണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ നമുക്കത് ക്രോസ് ചെയ്തിട്ട് മോണോ ഹൈബ്രിഡ് മെൻഡേലിയൻ റേഷ്യോ പഠിക്കണം, മോണോ ഹൈബ്രിഡ് മെൻഡേലിയൻ ഫീനോടൈപ്പിക് റേഷ്യോ, മോണോ ഹൈബ്രിഡ് മെൻഡേലിയൻ ജീനോടൈപ്പിക് റേഷ്യോ, അത് ഏത് ഉറക്കത്തിലും ചോദിച്ചാലും നമ്മൾ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? ഇനി നമ്മൾ ടേംസ് പറയില്ല, നമുക്കറിയണം അല്ല. എന്താണ് എ പെയർ ഓഫ്, എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? ഇസ് എ ക്രോസ് ബിറ്റ്വീൻ ഓൺലി വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. അപ്പോൾ ഒരു വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഞാനിവിടെ എടുക്കാൻ പോവാണ്. ടോൾ എന്ന് പറയുന്നത് അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ചെയ്താൽ ഡ്വാർഫാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫീനോടൈപ്പ് എഴുതി. ഇനി ജീനോടൈപ്പ് എഴുതിക്കുള്ളൂ. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് പാരൻ്റൽ 1 ആണ്. ഇനി ഇവരുടെ ഗ്യാമേറ്റ്സ് എങ്ങനെ എടുക്കുക? ഇത് ഹോമോസൈഗസ് കണ്ടീഷൻ ആയിരിക്കുമ്പോൾ ഗ്യാമേറ്റ്സ് ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് ഒന്നാവാൻ കാരണം? 46 ക്രോമസോമുള്ള നമ്മളിൽ റിപ്രൊഡക്ഷൻ നടക്കുമ്പോൾ 23 മെയിൽ ഗ്യാമേറ്റ്സിലും 23 എഗ്ഗിലും ഉണ്ടാവും. ഇത് രണ്ടും ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രോമസോം നമ്പർ സെയിം ആയിട്ട് ഇരിക്കാൻ എന്ത് ഡിവിഷൻ നടക്കുന്നുണ്ട്? മിയോട്ടിക് ഡിവിഷൻ റിപ്രൊഡക്റ്റീവ് സെല്ലിൽ നടന്നിട്ട് എന്താണ് ഒരു ഗ്യാമേറ്റ്സ് ഉണ്ടാവണുള്ളൂ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് കണ്ടീഷനിൽ ക്യാപിറ്റൽ ടിയും ഹോമോസൈഗസ് റിസസീവിൽ ഒരു ടി ഗ്യാമേറ്റ്സ് ഒരു ടിയും ഉണ്ടാവുന്നു. ഓക്കെ, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഒരു ഗ്യാമേറ്റ്സ്. ഇനി നമ്മൾ F1 ഹൈബ്രിഡാണ് പറയാൻ പോകുന്നത്. F1 ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ എന്ന് പറയും. ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ എങ്ങനെ ഉണ്ടാവുക? ഈ ടിയും ഈ ഗ്യാമേറ്റും മെയിൽ ഗ്യാമേറ്റും ഫിമെയിൽ ഗ്യാമേറ്റും കൂടി ചേർന്നിട്ട് നമുക്ക് ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജനി കിട്ടി, അല്ലെങ്കിൽ ഒരു ഓസ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടി മേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കുട്ടി. അതിനെന്താ പറയുക? F1 ഹൈബ്രിഡിന് എന്താണത്? ടോളാണ്. ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് ടോളായിട്ടുള്ള ആളെ കിട്ടി. ഇനി F2 ജനറേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞേ. അതായത് നമുക്ക് കുറേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു പയർ കിട്ടി. ഈ പയറിൻ്റെ ഉള്ളിൽ നിറയെ സീഡ് ഉണ്ട് അല്ലേ. ഈ സീഡ് എല്ലാം മുളപ്പിച്ചു. അപ്പോൾ മുളപ്പിച്ചപ്പോൾ എന്താ കിട്ടിയത്? F1 കുറേ ചെടികൾ കിട്ടി. F1 ജനറേഷനിൽ കുറേ ചെടികൾ കിട്ടി. ഈ ചെടികളിലെ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ തമ്മിൽ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് മുളപ്പിച്ച ഈ രണ്ട് ചെടികൾ തമ്മിൽ സെൽഫ് ചെയ്യണതിനെയാണ് F1 അല്ലെങ്കിൽ F1 സെൽഫിങ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് F1 സെൽഫ് ചെയ്യുന്നത്? F2 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് F2 ഉണ്ടാക്കുന്നത്? F2 ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? F1 ഇൻറ്റു F1 അല്ലെങ്കിൽ F1 സെൽഫിങ്. F1 സെൽഫ് ചെയ്താൽ അല്ലെങ്കിൽ F1 ഇൻറ്റു F1 എങ്ങനെയാണ്? ഒരു ചെടീനെ അതിനോണ്ട് തന്നെ എന്ന് വിചാരിക്കരുത്. നമ്മൾ ഓസ്പ്രിങ്സ് ഉണ്ടാക്കി, അതായത് ഇങ്ങനെ വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എടുത്തിട്ട് ഓസ്പ്രിങ്സ് ഉണ്ടാക്കി. ഓസ്പ്രിങ്സിൽ നിന്ന് അല്ലേ, ഓസ്പ്രിങ്സ് ഉണ്ടായി, ഒരു ചെടി ഉണ്ടായി. ആ ചെടിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഇതും ഫെർട്ടിലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സീഡ്, ഓവിൾ കിട്ടി. ഓവിൾ എന്തായി? സീഡ് കിട്ടി അല്ലേ. അതുപോലെ കുറേ സീഡ് കിട്ടും. ആ സീഡ് കുറേ സീഡ് കിട്ടും ഇവിടെ അല്ലേ. കുറേ ഓവിളുണ്ട്, കുറേ സീഡ് കിട്ടും. ആ സീഡൊക്കെ മുളപ്പിക്കുമ്പോൾ കുറേ ചെടികൾ കിട്ടും. ഈ ചെടീനെ F1 കിട്ടിയ ഈ ചെടികളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനടുത്ത് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യില്ല, ക്രോസ് ചെയ്യുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? F1 സെൽഫിങ് എന്ന് പറയുന്നത്. സെൽഫ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്നത്. സെൽഫ് എന്ന് പറയാൻ കാരണം അതേ ചെടിയിലെ അല്ലേ, അതേപോലെ അതായത് നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയ അതേ ചെടികളിലെ സെയിം അവരെ തമ്മിൽ സെൽഫ് ചെയ്യിപ്പിക്കുകയാണ് ഒരു ചെടി അല്ലേ. ക്ലിയർ ആയല്ലോ? സെൽഫ് ചെയ്യാന്ന് പറഞ്ഞാൽ F1
F1 കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് F1 സെൽഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? F2 എങ്ങനെ കിട്ടുക? ക്യാപിറ്റൽ TT ഇൻറ്റു ക്യാപിറ്റൽ TT. ഓക്കെ, ഇതാണ് പാരൻറ്റ്. ഏത് പാരൻറ്റ്? പാരൻ്റൽ 2. ഇനി പാരൻ്റൽ 2 ഗ്യാമേറ്റ്സ് ഉണ്ടാക്കണം അല്ലേ? ഗ്യാമേറ്റ്സ് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഇത് 2 ഉള്ളത് കൊണ്ട് ഒരു ക്യാപിറ്റൽ Tയും അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ഒരു പാരൻറ്റിൽ നിന്ന് 2 ഗ്യാമേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ക്യാപിറ്റൽ Tയും സെൽഫ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ Tയും സ്മോൾ Tയും കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇവരിൽ നിന്ന് നമ്മൾ F2 ഉണ്ടാക്കാൻ പോവുകയാണ്. F2 എങ്ങനെ ഉണ്ടാക്കുക? ഈ ക്യാപിറ്റൽ T എന്ന ഗ്യാമേറ്റ്സ് ഈ ക്യാപിറ്റൽ T ആയിട്ടുണ്ടാകുമ്പോൾ ക്യാപിറ്റൽ T ടോൾ. ഈ ക്യാപിറ്റൽ Tനെ രണ്ടാമത്തെ പാരൻറ്റിലെ സെൽഫ് ചെയ്ത പാരൻറ്റിലെ രണ്ടാമത്തെ ഗ്യാമേറ്റ്സ് ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഹെട്രോസൈഗസ് ടോൾ അല്ലേ? ഇനി നെക്സ്റ്റ് സ്മോൾ Tയും ക്യാപിറ്റൽ Tയും കൂടി ചേരുമ്പോൾ ക്യാപിറ്റൽ T ടോൾ ഹെട്രോസൈഗസ് ടോൾ. ഇനി സ്മോൾ T ആകുമ്പോൾ എന്തായി? ഡോർഫായി. എന്ത് ഡോർഫ്? ഹോമോസൈഗസ്. ഡോർഫ് എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് റിസസീവ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ റേഷ്യോ എങ്ങനെയാണ്? റേഷ്യോ 3 ടോൾ ഇസ് ടു 1 ഡോർഫ് അല്ലേ? ഇങ്ങനെയാണ് എന്ത് റേഷ്യോ എന്ന് പറയുന്നത്? മെൻഡേലിയൻ മോണോഹൈബ്രിഡ് റേഷ്യോ. മോണോഹൈബ്രിഡ് ക്രോസ് റേഷ്യോ അല്ലെങ്കിൽ മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ? മോണോഹൈബ്രിഡ് എന്ത് റേഷ്യോ? മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. 3 ടോളും 1 ഡോർഫാണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ. ഫീനോടൈപ്പ് നോക്കുമ്പോൾ എന്താ? ഫീനോടൈപ്പിക് റേഷ്യോ നോക്കുമ്പോൾ 3 ടോള് 3:1 ഈസ് ദ മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ, ക്ലിയർ? മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ ഈസ് 3:1. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തെറ്റരുത്. മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ, അതായത് 3 ടോളുണ്ടായി. ആ ടോൾ എങ്ങനെയാ? 3 ടോളുണ്ടായി. അതെങ്ങനെയാ 3 ടോളുണ്ടായത്? ഏതൊക്കെയാണ് 3 ടോളിൽ? ഒരു ടോള് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ടോളാണ്. വേറെ 2 ടോളുണ്ട്. അത് ഒരു ഹോമോസൈഗസ് ടോളും 2 ഹെട്രോസൈഗസ് ടോളുമാണ് ഉണ്ടായത് അല്ലേ? അപ്പം നമുക്ക് ഈ ടോൾ എന്ന് പറയുന്ന 3 എണ്ണത്തിനെ നമുക്ക് ഒന്നുകൂടിയും എന്താണ്? ഒരു ഹോമോസൈഗസ് ഡോമിനൻ്റ് ടോൾ, 2 എണ്ണം 3നെ നമ്മളൊന്നും കൂടിയും ഈ 3 എണ്ണത്തിൽ ഒരാൾ ഹോമോസൈഗസ് ഡോമിനൻ്റ്, 2 എണ്ണം ഹെട്രോസൈഗസ് ഡോമിനൻ്റ്. അപ്പോൾ 3നെ നമ്മൾ ഒന്നും കൂടിയും ഡിഫറൻഷിയേറ്റ് ചെയ്തു. 1:2 പിന്നെ എത്രയാ? ഒരാളെന്ന് പറയുന്നത് ഡോർഫ്. ഓക്കെ, അപ്പോൾ മോണോഹൈബ്രിഡ് മെൻഡേലിയൻ ജീനോടൈപ്പിക് റേഷ്യോ എത്രയാണ്? 1:. ജീനോടൈപ്പ് ഇങ്ങനെ വേർതിരിച്ച് ചെയ്തുമ്പോൾ ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ഒരാളും ടോളിൽ, ബാക്കിയുള്ള 2 പേര് ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റേഷ്യോനെ ജീനോടൈപ്പിക് റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ 1:2:1 ആയി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:1. മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:2:1. ക്ലിയർ ആയല്ലോ? ഓക്കെ, മോണോഹൈബ്രിഡ് റേഷ്യോ ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? മോണോഹൈബ്രിഡ് റേഷ്യോ എന്താണെന്ന് മനസ്സിലായി, മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ മനസ്സിലായി, ജീനോടൈപ്പിക് റേഷ്യോ മനസ്സിലായി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കണം. അതിന് മുൻപ് മെൻഡൽസിൻ്റെ കുറച്ച് ലോസ് ഉണ്ട്. 3 ലോ ആണുള്ളത്. മെൻഡൽസ് ലോ ഓഫ് ഡോമിനൻസ്, മെൻഡൽസ് ലോ ഓഫ് സെഗ്രിഗേഷൻ, മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇതിൽ 1ാമത്തെയും 2ാമത്തെയും ലോസ് ഉണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ 2 പ്രിൻസിപ്പിളും മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ബേസിസിലാണ്. 3ാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞിട്ട് നമുക്ക് 2 ലോസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? 3 ലോസ് ഉണ്ട് മെൻഡലിൻ്റെ, പക്ഷേ ഈ 2 ലോസ് വരുന്നത് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ബേസിസിലാണ്. 3ാമത്തെ ലോസ് വരുന്നതാണ് ഏതാണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ അടിയിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? മെൻഡൽസ് ലോ ഓഫ് ഡോമിനൻസ്, മെൻഡൽസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കുമ്പോഴാണ് മെൻഡൽസ് ലോ ഓഫ്
അതായത് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ബേസിസിലാണ് മൂന്നാമത്തെ ലോ, അതായത് മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം മൂന്നാമത്തെ ലോ പഠിക്കും. ഇപ്പോൾ എന്താണ് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ബേസിസിൽ 2 ലോ ആണുള്ളത്. ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ ടേംസിൽ ഞാൻ പറയാത്തൊരു ടോപ്പിക്കാണ് എന്താണ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് പഠിക്കണം, മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോയും പഠിക്കണം. ഓക്കെ, അതുപോലെ ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് പഠിച്ചാൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് പഠിക്കണം? ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോയും പഠിക്കണം. ഓക്കെ, അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ അവിടെ നമുക്ക് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ടെസ്റ്റ് ക്രോസ് റേഷ്യോ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ പഠിക്കണമെങ്കിൽ എന്താണ് ടെസ്റ്റ് ക്രോസ് എന്താണ് അറിയണം. ടെസ്റ്റ് ക്രോസ് എന്താണ്? ആൻഡ് വേറൊരു ടോപ്പിക് കൂടെ വരുന്നുണ്ട്, എന്താണ് ബാക്ക് ക്രോസ്. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് എ ക്രോസ് ബിറ്റ്വീൻ F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് ട്രേറ്റ്. അതായത് F1 കിട്ടും അല്ലേ, ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുള്ള പാരൻറ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു F1 ഹൈബ്രിഡ് കിട്ടും. അതിന് F2 ഉണ്ടാക്കാനായിട്ട് സാധാരണ മെൻഡൽ ചെയ്യുക F1 ഇൻറ്റു F1 ആണ്, അതിനെ കൊണ്ട് തന്നെ സെൽഫ് ചെയ്യിക്കുക ചെയ്യുക. പക്ഷേ ടെസ്റ്റ് ക്രോസിൽ അങ്ങനെയല്ല. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് പാരൻറ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലോ? എന്താണ് അപ്പോൾ ബാക്ക് ക്രോസ്? F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് ബോത്ത് പാരൻറ്റ്. ഓക്കെ, ബോത്ത് പാരൻറ്റ്. ഇതെന്താണെന്ന് നമുക്ക് ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് F1 ഹൈബ്രിഡ് ഇൻറ്റു TT മാത്രം ചെയ്താൽ പോരാ, F1 ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് കൂടി പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് F1 ഹൈബ്രിഡ്. ഓക്കെ, F1 ഹൈബ്രിഡ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം അതിൻ്റെ റിസസീവ് ട്രേറ്റ് ആയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കണം അല്ലേ. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്താണ്? ക്രോസ് ബിറ്റ്വീൻ F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് പാരൻറ്റ് അല്ലേ. F1 ഹൈബ്രിഡിനെ അതിൻ്റെ റിസസീവ് പാരൻ്റായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഈ ഒരു ടേം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ പറയണം. ടെസ്റ്റ് ക്രോസ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് പാരൻറ്റ്. വാട്ട് ഈസ് മെൻ ബൈ ബാക്ക് ക്രോസ്? എ ക്രോസ് ബിറ്റ്വീൻ F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് ബോത്ത് പാരൻറ്റ്സ്. ഓക്കെ, ബോത്ത് 2 പാരൻ്റായിട്ടും ക്രോസ് ചെയ്യുന്നെങ്കിൽ അതിനെ ബാക്ക് ക്രോസ് എന്ന് പറയും. ആദ്യം നമുക്ക് ടെസ്റ്റ് ക്രോസ് പഠിക്കാം. ഓക്കെ, F1 ഹൈബ്രിഡ് എങ്ങനെ ഉണ്ടാക്കും? പാരൻ്റൽ 1 ക്യാപിറ്റൽ T സ്മോൾ ടി. F1 ഹൈബ്രിഡ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്യാമേറ്റ്സ് എങ്ങനെ ഉണ്ടാവും? ക്യാപിറ്റൽ T സ്മോൾ ടി, റൗണ്ട് ചെയ്യുക. F1 ഹൈബ്രിഡ് എങ്ങനെ ഉണ്ടായി? ക്യാപിറ്റൽ T സ്മോൾ ടി. ഇതാണ് F1 ഹൈബ്രിഡ്. ഇനി എന്താ ചെയ്യേണ്ടത്? മെൻഡൽ F2 ജനറേഷൻ ഉണ്ടാക്കാനായിട്ട് സെൽഫ് ചെയ്യുക. പക്ഷേ ടെസ്റ്റ് ക്രോസ് ആണെന്ന് പറഞ്ഞാൽ സെൽഫ് ചെയ്യരുത്. F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് ട്രേറ്റ്. ഏതാണ് അതിൻ്റെ റിസസീവ് പാരൻറ്റ്? ഏതാ? റിസസീവ് പാരൻ്റ് ഒരെണ്ണേ ഉള്ളൂ, സ്മോൾ ടി അല്ലേ. ഡോമിനൻറ്റ് പാരൻ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ TT ആയനെ. പക്ഷേ ടെസ്റ്റ് ക്രോസ് എന്നാൽ എന്താ? ക്രോസ് ബിറ്റ്വീൻ F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് പാരൻ്റ് ആണ്. തെറ്റരുത്, റിസസീവ് പാരൻ്റ്. അപ്പോൾ ക്രോസ് എന്താണ്? ഇതാണ് പാരൻ്റൽ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാമേറ്റ്സ് എന്താ? നമുക്കറിയാം, ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള പാരൻറ്റിൽ നിന്ന് 2 ഗ്യാമേറ്റ്സ് ഉണ്ടാവും, സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും ഉണ്ടാവും. ഇത് ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള പാരൻ്റാണ്, അവിടെ ഒരു ഗ്യാമേറ്റ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ക്രോസ് നടത്തിക്കോളൂ. ക്യാപിറ്റൽ T സ്മോൾ ടി. അപ്പോൾ ഇതിൽ ഒരാൾ ഹെറ്ററോസൈഗസ് ടോളായി, ഇതിലൊരാൾ ഹോമോസൈഗസ് ഡ്വാർഫുമായി അല്ലേ. അപ്പോൾ എത്ര റേഷ്യോ? ഒരാളേ ഉള്ളൂ ടോള്, ഒരാളേ ഉള്ളൂ ഡോർഫ്. അപ്പോൾ റേഷ്യോ എന്തായി? 1:1. ഓക്കെ, വാട്ട് ഈസ് ദ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? എന്താണ് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? മോണോ ഹൈബ്രിഡ് മെൻഡേലിയൻ റേഷ്യോ അല്ല ചോദിക്കുന്നത്, മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ. എന്താണ് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? 1:1. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എന്തായാലും ടെസ്റ്റ് ക്രോസ് പഠിക്കുകയാണ്. അപ്പോൾ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് മാത്രമല്ല ചോദിക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ എന്താണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? എന്തായാലും ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോയും ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോയും ഒപ്പം തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? 1:1.
ഓക്കെ, ഇനി നമ്മൾ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ പഠിക്കുന്നതിന് മുൻപ് എന്താണ് ബാക്ക് ക്രോസ് എന്ന് പറയാം. F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് ബോത്ത് പാരൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കുക, F1 ഹൈബ്രിഡ് എങ്ങനെയുണ്ടായി? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഗ്യാമേറ്റ്സ് 1 ക്യാപിറ്റൽ ടി സ്മോൾ ടി. F1 എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. ഓക്കെ, അപ്പോൾ ഇത് ടോളായിട്ട് കിട്ടി. ഇനി F1 ഹൈബ്രിഡിന് ബോത്ത് പാരൻ്റ് ആയിട്ട് F1 ഹൈബ്രിഡ് ഇൻറ്റു ടി, ഇതൊരു ബാക്ക് ക്രോസ് ആണ്. രണ്ടാമത്തെ ബാക്ക് ക്രോസ് എന്താ? ബോത്ത് പാരൻ്റ് വേണ്ടേ? F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് പാരൻ്റ്. ഓക്കെ, അപ്പോൾ എത്ര ബാക്ക് ക്രോസിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ബാക്ക് ക്രോസ് എത്ര ഉണ്ടായിരിക്കും? 2 ബാക്ക് ക്രോസ് ഉണ്ടായിരിക്കും അല്ലേ? 2 ബാക്ക് ക്രോസ് ആണ് സാധാരണയായിട്ട് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ F1 ഹൈബ്രിഡിനെ ബോത്ത് പാരൻ്റ് ആയിട്ടും ക്രോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര ബാക്ക് ക്രോസ് ഉണ്ടാവും? 2 ബാക്ക് ക്രോസ് ഉണ്ടാവും. ഈ 2 ബാക്ക് ക്രോസിൽ ഒരു ബാക്ക് ക്രോസ് എന്താണ്? ഒരു ബാക്ക് ക്രോസ്, ഈ 2 ബാക്ക് ക്രോസിൽ ഒരു ബാക്ക് ക്രോസ് ഈസ് ഈക്വൽ ടു എന്ത് ക്രോസ്? അത് ഈസ് ഈക്വൽ ടു ടെസ്റ്റ് ക്രോസ് അല്ലേ? F1 ഹൈബ്രിഡ് ഇൻറ്റു ടി. F1 ഹൈബ്രിഡ് ഇൻറ്റു ക്യാപിറ്റൽ ടി ആണ് ഒരു ബാക്ക് ക്രോസ്. രണ്ടാമത്തെ ബാക്ക് ക്രോസ് എന്താ? F1 ഹൈബ്രിഡ് ഇൻറ്റു രണ്ടാമത്തെ പാരൻ്റ് ടി. അപ്പോൾ F1 ഹൈബ്രിഡ് ഇൻറ്റു ടി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രോസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, റോങ് ആണോ ഫോൾസ് ആണോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ എന്താണ്? 1 ഓഫ് ദി ബാക്ക് ക്രോസ് ഈസ് ഓൾവേസ് എ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? 1 ഓഫ് ദി ബാക്ക് ക്രോസ് ഈസ് ഓൾവേസ് എ ടെസ്റ്റ് ക്രോസ്. കറക്റ്റ് അല്ലേ? അപ്പോൾ അതങ്ങനെ ചോദിക്കുമ്പോൾ അറിയണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുക എന്താണ് ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് ബോത്ത് പാരൻ്റ്. F1 ഹൈബ്രിഡിൻ്റെ ഒരു പാരൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ F1 ഹൈബ്രിഡ് ഇൻറ്റു റിസസീവ് പാരൻ്റ് ആയിരിക്കും. ആ റിസസീവ് പാരൻ്റ് അപ്പോൾ ഒരു ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രോസിന് തുല്യമായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് മെൻഡേലിയൻ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? 1:1. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാം? നമുക്ക് ഇതോടൊപ്പം തന്നെ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോയും പഠിക്കാം. ഓക്കെ, എന്തായിരിക്കും ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപ് എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് നമുക്കൊന്ന് പറയാം. വാട്ട് ഈസ് മെന്റ് ബൈ ഡൈഹൈബ്രിഡ് ക്രോസ്? ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് ദ ക്രോസ് ബിറ്റ്വീൻ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ അല്ലേ? 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ക്രോസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ പഠിക്കാൻ പോകുന്നത് ടെസ്റ്റ് ക്രോസ് ആണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ് ടെസ്റ്റ് ക്രോസ് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ക്രോസിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക, ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ 2 ക്യാരക്ടേഴ്സ് ഇട്ടു, റൗണ്ട് ആൻഡ് റിങ്കിൾഡ്. റൗണ്ട് യെല്ലോ സീഡ് എന്ന് പറയുമ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടറാണ് കേട്ടോ. ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത് റിസസീവ് ആണ് കേട്ടോ. റിങ്കിൾഡ് എന്ന് പറയുന്നത് റിസസീവ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ യെല്ലോ എന്ന് പറയുന്നത് ഡോമിനൻ്റ്, ക്യാപിറ്റൽ വൈ സ്മോൾ ആർ ഇൻറ്റു സ്മോൾ വൈ. ഇവർ തമ്മിൽ ഇതാണ് പാരൻ്റൽ 1. ഇവർ തമ്മിലുള്ള ക്രോസിനെയാണ് എന്ത് പറയുക? ഡൈഹൈബ്രിഡ്. അതായത് എ ക്രോസ് ബിറ്റ്വീൻ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറും അതിൻ്റെ റിങ്കിൾഡും അല്ലേ? യെല്ലോ എന്ന് പറയുന്ന ക്യാരക്ടറും അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് ഗ്രീൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്രോസിന് എന്താ പറയുക? ഡൈഹൈബ്രിഡ് ക്രോസ്. അതായത് ഒരു ക്രോസിൽ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ മോണോ ഹൈബ്രിഡിൽ ടോളിൻ്റെ കോൺട്രാസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മാത്രമേ എടുത്തുള്ളൂ അല്ലേ? പക്ഷേ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തിട്ടുള്ള ക്രോസിനെയാണ് എന്ത് പറയുക? ഡൈഹൈബ്രിഡ് ക്രോസ്. വാട്ട് ഈസ് മീൻ ബൈ ഡൈഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് ബിറ്റ്വീൻ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഗ്യാമേറ്റ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഗ്യാമേറ്റ്സ് എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കുക. ഇനി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടണില്ല എന്ന് പറയരുത്. അതായത് ഒരു ആർ നമ്മൾ ക്യാപിറ്റൽ ടിന്ന് ഒരു ടി മാത്രമേ എടുത്തുള്ളൂ അല്ലേ? അപ്പോൾ ആർ എന്ന് പറയുന്ന ആ പെയർ ഓഫ് ക്യാരക്ടറുള്ള ജീനിൽ നിന്ന് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഒരു ആർ എടുത്തു. വൈ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഗ്യാമേറ്റ് എടുത്തു. എന്തുകൊണ്ട് എടുത്തെന്ന് മനസ്സിലായല്ലോ? 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഉണ്ട്. ആർ എന്നുള്ളത് ഹോമോസൈഗസ് കണ്ടീഷനാണ്, വൈ എന്ന് ഹോമോസൈഗസ് കണ്ടീഷനാണ്, ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ആർ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു, ഇതിൽ നിന്ന് വൈ എടുത്തു. ഓക്കെ, ഇനി ക്രോസ് നടക്കുമ്പോൾ F1 ഹൈബ്രിഡ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനാണ്. അപ്പോൾ എന്താ? റൗണ്ട് ആൻഡ് യെല്ലോ അല്ലേ? റൗണ്ട് ആൻഡ് യെല്ലോ ആയിട്ടുള്ള F2 ആണ് നമുക്ക് F1 ആണ് കിട്ടിയത്. ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റ് ക്രോസ് നടത്തിക്കോളൂ.
F1 എന്താ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ? ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണ് നമ്മൾ പറയുന്നത്. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ F1 ഹൈബ്രിഡ്. F1 ഹൈബ്രിഡ് ആരാ? RRYY ഇൻറ്റു ഇറ്റ്സ് റിസസീവ് ട്രേറ്റ് എന്ന് പറഞ്ഞപ്പോൾ റിസസീവ് പാരൻ്റ് എന്ന് പറഞ്ഞാൽ ആരാ റിസസീവ് പാരൻ്റ്? RRYY അല്ലേ? അപ്പോൾ റിസസീവ് പാരൻ്റ് എന്ന് പറഞ്ഞാൽ RRYY. ഓക്കെ, ഇതിൻ്റെ ഗ്യാമേറ്റ്സ് നോക്കാം. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ടിയിൽ എത്ര ഗ്യാമേറ്റ്സ് ഉണ്ടായിരുന്നു? ഒരു ടിയും ഒരു സ്മോൾ ടി അല്ലേ? അപ്പോൾ ഇവിടെ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള അതിൽ നിന്ന് എന്ത് കിട്ടും? 4 ഗ്യാമേറ്റ്സ് കിട്ടാം. ഏതൊക്കെയാണ് 4 ഗ്യാമേറ്റ്സ്? ഓക്കെ, നേരത്തെ 2 എണ്ണല്ലേ കിട്ടിയത്. ഇവിടെ ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y ക്യാപിറ്റൽ R സ്മോൾ y. അടുത്ത ഗ്യാമേറ്റ്സ് ഏതായിരിക്കും? സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ r സ്മോൾ y. എങ്ങനെ എടുക്കാമെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു തരാം. എങ്ങനെ ഗ്യാമേറ്റ്സ് എടുക്കുക? ക്യാപിറ്റൽ R Y ആണ്. അപ്പോൾ ഗ്യാമേറ്റ്സ് എടുക്കുന്നത് നോക്കിയോളൂ കേട്ടോ. ഒന്നെടുക്കുന്നത് ശ്രദ്ധിക്കുക, RY ഇതൊന്നാമത്തെ, പിന്നെ RY രണ്ടാമത്തെ. ഓക്കെ, ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y ക്യാപിറ്റൽ R സ്മോൾ y. ഇനി സെക്കൻഡ് സ്മോൾ RY മൂന്നാമത്തെ, സ്മോൾ RY നാലാമത്തെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? സ്മോൾ RY നാലാമത്തെ. ഇതാണ് എന്ത്? ഈ ഒരു പാരൻറ്റിൻ്റെ ഏതാണ് പാരൻ്റ് ആയിരുന്നത്? ക്യാപിറ്റൽ RRYY എന്ന് പറയുന്ന പാരൻറ്റിൻ്റെ ഗ്യാമേറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ ഗ്യാമേറ്റ്സോ ഒരേ ആളുണ്ടാവുള്ളൂ അല്ലേ? അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ്. ചെയ്യട്ടെ. സോറി, ഒരു ഡിസ്റ്റർബൻസ് വന്നു കേട്ടോ അതിൽ. സോറി, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അതായത് ക്യാപിറ്റൽ ഏതൊക്കെയാണ് ഗ്യാമേറ്റ്സ് എന്ന് ക്ലിയർ ആയി അല്ലേ? അപ്പം നമ്മളിനി ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ ഈ ഒരു ഗ്യാമേറ്റ്സിന് ഒന്നുകൂടെ എഴുതാം. ഈ കളർ ഉപയോഗിച്ചിട്ട് തന്നെ എഴുതാം. ക്രോസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്യാമേറ്റ്സ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y ക്യാപിറ്റൽ R സ്മോൾ y സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ r സ്മോൾ y. ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ക്രോസ് സ്മോൾ r സ്മോൾ y. ഓക്കെ, നോക്കൂ കേട്ടോ. ഇയാളും തമ്മിലുള്ള ക്രോസ്. ഇവിടെ ഒരു ഗ്യാമേറ്റ് അല്ലേ ഉള്ളൂ. ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y. അപ്പോൾ റൗണ്ട് യെല്ലോ ആദ്യത്തെ പ്രോജനി ഓസ്പ്രിങ്സ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് എങ്ങനെയായിരിക്കും നോക്കാം. ക്യാപിറ്റൽ R സ്മോൾ y സ്മോൾ y. അപ്പോൾ എന്താ? റൗണ്ട്. ഇത് യെല്ലോ ആയിരുന്നു. റൗണ്ട് ഗ്രീൻ. ഓക്കെ, റൗണ്ട് യെല്ലോ. ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രീൻ പീസ് അല്ലേ? ഗ്രീൻ പീസ്. ഇത് റിസസീവ് ക്യാരക്ടർ വന്നു. കറക്റ്റാണ്. ഇനി അടുത്ത് നമുക്ക് വേറൊരു കളർ എടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും കേട്ടോ. അടുത്ത് വേറൊരു കളർ എടുത്തു. ഓക്കെ, അപ്പോൾ അടുത്ത് എഴുതുമ്പോൾ സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y. അപ്പോൾ എന്തായി? റിങ്കിൾഡ് യെല്ലോ. ഇവിടെ യെല്ലോ ക്യാപിറ്റൽ വന്നല്ലോ Y. അപ്പോൾ റിങ്കിൾഡ് യെല്ലോ. ഓക്കെ, അടുത്തത് വേറൊരു കളർ എടുക്കാം. യെല്ലോ, ബ്ലൂ. സ്മോൾ r സ്മോൾ y സ്മോൾ y. സോറി, ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെടുത്തു ബ്ലൂ കളർ എടുത്തു. എങ്ങനെ കിട്ടും? സ്മോൾ r സ്മോൾ y സ്മോൾ y. അപ്പോൾ ഇത് റൗണ്ട് ഗ്രീൻ. സോറി, റൗണ്ട് ഗ്രീൻ അല്ല. എല്ലാം റിസസീവ് ആകുമ്പോൾ റൗണ്ട് എന്നല്ല അല്ലേ? റൗണ്ട് ഡോമിനൻ്റ് ക്യാരക്ടറാണ്. റിങ്കിൾഡ് ഗ്രീൻ എല്ലാം റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടി. അപ്പോൾ നോക്കുക, റൗണ്ട് യെല്ലോ ഒരെണ്ണേ ഉള്ളൂ, റൗണ്ട് ഗ്രീൻ ഒരാളേ ഉള്ളൂ, റിങ്കിൾഡ് യെല്ലോ ഒരാളേ ഉള്ളൂ, റിങ്കിൾഡ് ഗ്രീനും ഒരാളേ ഉള്ളൂ.
അപ്പോൾ എന്താണ് റേഷ്യോ നമ്മൾ പഠിച്ചത്? ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, MCQലൊക്കെ ചോദിക്കാറുള്ളതാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ് പറയൂ? ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ. ഏതാണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? Dihybrid test cross ratio is 1:1:1:1. ഓക്കെ. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഏതായിരുന്നു? 1:1 അല്ലേ? മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഈസ് 1:1. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഈസ് 1:1:1:1. ഓക്കെ. അപ്പോൾ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ലോ ഓഫ് മെൻഡൽ. ഏതാണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിലാണ് മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കുന്നത്. ഓക്കെ. പക്ഷേ നമ്മൾ ടെസ്റ്റ് ക്രോസ് ഓൾറെഡി പഠിച്ച സ്ഥിതിക്ക് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസും ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസും ചെയ്തു എന്ന് മാത്രം. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ, മോണോഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറേ ഉള്ളൂ. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ F1 ഹൈബ്രിഡ് ഇൻറ്റു റിസസീവ് ട്രേറ്റ്. ഇനി ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എങ്ങനെ ഉണ്ടാക്കിയത്? നമ്മൾക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ചെയ്തു നോക്കിയില്ലെങ്കിൽ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ? 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുള്ള ഒരു ക്രോസിൽ നമ്മൾ എന്ത് ചെയ്തു? ടെസ്റ്റ് ക്രോസ് ചെയ്തു. എങ്ങനെയുണ്ടായത്? ഇതിൽ F1 ഹൈബ്രിഡ് കണ്ടുപിടിച്ചു. F1 ഹൈബ്രിഡിനെ അതിൻ്റെ റിസസീവ് പാരൻ്റായിട്ട് ക്രോസ് ചെയ്തു അല്ലേ? അപ്പോൾ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. എന്താണ്? F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് റിസസീവ് പാരൻറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താണ് അപ്പോൾ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ? ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:1:1:1. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത്? മെൻഡൽ ആരാണ്? മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിനെടുത്ത പ്രൊസീജിയർ ഏതാ? ഹൈബ്രിഡൈസേഷനാണ്. Pൻ്റെ 7 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് പഠിച്ചു. മെൻഡേലിയൻ മോണോ ഹൈബ്രിഡ് ഫീനോട്ടിക് റേഷ്യോ 3:1 ആണെന്ന് പഠിച്ചു. മെൻഡേലിയൻ മോണോ ഹൈബ്രിഡ് ജീനോട്ടിക് റേഷ്യോ 1:2:1 ആണെന്ന് പഠിച്ചു. എന്താണ് ടെസ്റ്റ് ക്രോസ്? മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1 എന്ന് പഠിച്ചു. എന്താണ് ബാക്ക് ക്രോസ് എന്ന് പഠിച്ചു. ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് F1 ഹൈബ്രിഡ് ഇൻറ്റു ഇറ്റ്സ് ബോത്ത് പാരൻ്റ് ആയിട്ടുള്ള ക്രോസ് ആണ്. അപ്പോൾ ഒരു ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ടെസ്റ്റ് ക്രോസ് ആയിരിക്കും. ഒരു ബാക്ക് ക്രോസ് ഈസ് ഓൾവേസ് എ ടെസ്റ്റ് ക്രോസ് ആണ്. ഇനി എന്താണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എന്ന് നമ്മൾ പഠിച്ചു. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ചെയ്തു. 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ടെസ്റ്റ് ക്രോസ് ആണ്. അതിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 പ്രോജനീസാണ് കിട്ടിയത്. 1:1:1:1. അപ്പോൾ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു 1:1 കൂടി, രണ്ടെണ്ണവും കൂടി 1:1:1:1. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻഡൽസ് ലോ അല്ലേ? മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാനുള്ളത്, മെൻഡൽ സെൽഫ് പോളിനേറ്റ് ചെയ്തു അല്ലേ? സെൽഫ് പോളിനേറ്റ് ചെയ്തു F2നെ. ആൻഡ് അദ്ദേഹം കണ്ടുപിടിച്ചത് F2 പ്ലാന്റ്സ് കണ്ടിന്യൂ ടു ജനറേറ്റ് ഡോർഫ് പ്ലാന്റ്സ് ഇൻ F3 ആൻഡ് F4. ഓക്കെ, അതായത് ഈ ഡോർഫ് പ്ലാന്റ്സ് F3 ജനറേഷനിൽ F4 ജനറേഷനിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം he conducted that genotype of dwarf was, എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു ആ ഡോർഫിൻ്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? സ്മോൾ ടി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹി പ്രൊപ്പോസ് ദാറ്റ് സം ഫാക്ടേഴ്സ് വെർ ഇൻഹെറിറ്റഡ് ഫ്രം പാരൻറ്റ്. അദ്ദേഹം ഇങ്ങനെ ക്രോസ് F2 നടത്തി, F1 കണ്ടു, F2 ചെയ്തു, സെൽഫ് ചെയ്ത് F3 ഉണ്ടാക്കി, F4 ഉണ്ടാക്കി. അപ്പോൾ F3ലും F4ലും അദ്ദേഹം ഈ റിസസീവ് പാരൻറ്റിനെ കണ്ടു. സ്മോൾ ഹൈറ്റ് കുറഞ്ഞൊരു ആളെ കണ്ടു. അപ്പോൾ അതിന് അദ്ദേഹം സ്മോൾ ടി എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ ഇതിന് അദ്ദേഹം എന്താ മനസ്സിലാക്കിയത്? ഹി പ്രൊപ്പോസ് ദാറ്റ് സം ഫാക്ടേഴ്സ് വർ ഇൻഹെറിറ്റഡ് ഫ്രം പാരൻറ്റ് ടു. അതായത് പാരൻറ്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് കുറേ ഹൈറ്റുള്ളവരുണ്ടായെങ്കിലും ഒരു കുഞ്ഞ ചെടിയും ഉണ്ടാവും. അപ്പോൾ എന്താ, പാരൻറ്റിൽ നിന്ന് ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളിലേക്ക് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ച ഫാക്ടേഴ്സ്? നമ്മൾ പറഞ്ഞു ജീൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ഓസ്പ്രിങ്സ് എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെയാണ് ആ ജീനിലാണ് ഇൻഹെറിറ്റൻസിന് കാരണമായിട്ടുള്ള, ഹെറിഡിറ്റിക്ക് കാരണമായിട്ടുള്ള ഫാക്ടർ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രിഗർ മെൻഡൽ എന്താണ് ജീൻ എന്ന് പറഞ്ഞില്ല. സംതിങ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻറ്റ് ടു ഓസ്മിക് ആൻഡ് ദാറ്റ്സ് സംതിങ് ഹീ ടേംഡ് ഇറ്റ് ആസ് ഫാക്ടർ. ഓക്കെ, ഫാക്ടറിന് നമ്മുടെ ഗ്രിഗർ മെൻഡൽ കണ്ടുപിടിച്ച ഫാക്ടർ എന്നുള്ള ടേമാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ജീൻ എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അദ്ദേഹം ശരിക്കും ജെനറ്റിക്സിൻ്റെ ഫാദറിനെ അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്. പക്ഷെ പേര് കൊടുത്തത് ജീൻ എന്ന് പേര് കൊടുത്തില്ല എന്ന് മാത്രം. അദ്ദേഹം അതിനെന്താ പറഞ്ഞത്? ഫാക്ടർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ മെൻഡൽസിൻ്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ
മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഇപ്പം നമ്മൾ മെൻഡൽസ് ഫസ്റ്റ് ലോ പറഞ്ഞിട്ട് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ പറയും. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ബേസിസിലുള്ള ലോ ആണ് ഏത്? ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഏത് ഫസ്റ്റ് ലോ? ലോ ഓഫ് ഡോമിനൻസ്. സെക്കൻഡ് ലോ ഏതാണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലോ അപ്പോൾ പറയില്ല. മൂന്നാമത്തെ ലോ നമ്മളെപ്പോഴാണ് പറയുക? ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചതിന് ശേഷമാണ് മൂന്നാമത്തെ ലോ പറയുക. എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പോൾ എന്താണ് മോണോ ഹൈബ്രിഡ് എന്ന് പഠിച്ചിട്ട് നമ്മൾ 2 ലോസ് പഠിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണ് എന്ന് പഠിച്ചിട്ട് മൂന്നാമത്തെ ലോ ആയിട്ടുള്ള ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പഠിക്കും. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് segregation, these 2 laws are based on monohybrid cross, and third law of independent assortment is based on dihybrid cross. ഓക്കെ, നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് ഒക്കെ പഠിക്കാം. ഫസ്റ്റ് നമുക്ക് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ടോപ്പിക്കിൽ ഏത് ലോസ് പഠിക്കാം? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ പഠിക്കാം. ഫസ്റ്റ് ലോ പഠിച്ചതിന് ശേഷം സെക്കൻഡ് ലോ പഠിക്കാം. ഫസ്റ്റ് ലോ ഏതാണ്? ഫസ്റ്റ് ലോ ഏതാണ്? ലോ ഓഫ് ഡോമിനൻസ്. വളരെ സിമ്പിളാണ്, ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. എന്താണ് ഡോമിനൻറ്റ് ക്യാരക്ടർ? ഡെഫിനിഷനായിട്ട് വരാറുണ്ട് കേട്ടോ, പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡോമിനൻറ്റ്, എക്സ്പ്ലെയിൻ ഡോമിനൻസ് ആൻഡ് റിസസീവ്. അപ്പോൾ നമുക്ക് എന്താണെന്നറിയാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്, വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ, ദ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ഡോമിനൻസ്. അപ്പോൾ ഡോമിനൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എപ്പോഴും പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അപ്പോൾ എന്താ എഴുതാ? നമുക്ക് എന്താണെന്ന് എഴുതാൻ അറിയില്ലാത്തൊരവസ്ഥ വരരുത്. അതാണ് പറയുന്നത്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ഡോമിനൻസ്? എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്, വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ, ദ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ഡോമിനൻറ്റ് ക്യാരക്ടർ ആൻഡ് ദ സപ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് റിസസീവ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലോ. ഓക്കെ, എന്താണ് ലോ ഓഫ് ഡോമിനൻസ്? ഓക്കെ, അപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ ലോ എന്ന് പറയാം. എന്താണ് ലോ എന്ന് പറഞ്ഞാൽ, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ എ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ്. അതായത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, ഓരോ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഫാക്ടേഴ്സ് ആണ്, ഡിസ്ക്രീറ്റ് യൂണിറ്റ്. ക്യാരക്ടേഴ്സ് ആർ ലോ ഓഫ് ഡോമിനൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ് കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ഇതുകൂടി പറയാം. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ആരാണ്? കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്. ആ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് കോൾഡ് ഫാക്ടേഴ്സ്. അദ്ദേഹം പറഞ്ഞത് ഏത് പേരെന്നാണ്? ജി എന്നുള്ള ഫാക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ എ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആൻഡ് ആർ കോൾഡ് ഫാക്ടേഴ്സ്. ഓക്കെ, ഫാക്ടേഴ്സ് occurs always in pair. Factors occurs in pair. ഫാക്ടേഴ്സ് എപ്പോഴും എങ്ങനെയാണ് കാണപ്പെടുക? പെയർ ആയിട്ടാണ് കാണപ്പെടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാൻ പോകുന്ന അതാണ് ലോ ഓഫ് ഡോമിനൻസിൽ വരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്? ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ എ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടർ ആൻഡ് ഫാക്ടേഴ്സ് ആർ ഓൾവേസ് ഇൻ പെയേഴ്സ്. ഫാക്ടേഴ്സ് എങ്ങനെ കാണപ്പെടുക? പെയറായിട്ടാണ് കാണപ്പെടുക അല്ലേ. അത് നമ്മൾ പറഞ്ഞു. ടോൾ എന്ന് പറയുന്ന ടോൾ എന്ന് പറയുന്ന ഫിനോടൈപ്പ്, അതിൻ്റെ ജീനോടൈപ്പ് ചെയ്ത ക്യാപിറ്റൽ ടി, അതെപ്പോഴും ഹോമോസൈഗസ് ക്യാപിറ്റൽ ടി പെയറായിട്ടാണ് കാണപ്പെടുക. അലീലായിട്ട് ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെയിം ജീൻ അല്ലേ. അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെങ്കിൽ സ്മോൾ ടി എപ്പോഴും ഫാക്ടേഴ്സ് എങ്ങനെയാണ് കാണപ്പെടുക? പെയറായിട്ടാണ് കാണപ്പെടുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് പറയാൻ പോവാണ്. ഇതേ ഡെഫിനേഷൻ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്, ഓൺലി വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ, ദ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ഡോമിനൻറ്റ് ക്യാരക്ടർ ആൻഡ് ദ സപ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് റിസസീവ് ക്യാരക്ടർ. എന്താ പറഞ്ഞത്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണ് ലോ ഓഫ് ഡോമിനൻസ്? ഇതാണ് മെയിൻ പോയിന്റ്. എന്താണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയാൻ പോവാണ്. എന്താണ് ലോ ഓഫ് ഡോമിനൻസ്? ലോ ഓഫ് ഡോമിനൻസ് വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ എന്താ ഇതിൻ്റെ? വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് are brought together in a hybrid,
ബ്രോട്ട് എന്താ നമ്മൾ ഇത്രയേ ഉള്ളൂട്ടാ, ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. പിന്നെ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട്, എന്നിട്ട് നമ്മൾ F2 ഉണ്ടാക്കും അല്ലേ. ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്. ഡോമിനൻസിൻ്റെ സെയിം ഡെഫിനിഷൻ. വൺ ക്യാരക്ടർ ഓർ ഫാക്ടർ അല്ലേ. വൺ ക്യാരക്ടർ ഈസ് expressed over the other. Okay, ഇതിൽ the expressed character is known as എന്താ പറയുക, dominant character. And the suppressed or other character is called recessive trait. Okay, recessive character or recessive traits. Okay, അപ്പോൾ എന്താണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത്, പിന്നെ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്. വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ. ദ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് dominant character and the suppressed character is known as recessive trait. Okay, അപ്പോൾ ഇതിൽ മുൻപ് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറയാം. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ എ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടേഴ്സ് ആർ ഓൾവേസ് ഒക്കർ ഇൻ പെയേഴ്സ്. എന്താണ് ക്യാരക്ടേഴ്സ്? ഒരു സ്വഭാവം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടറാണ്. ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള ഹൈ കളർ, അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. ആ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ്, കോൾഡ് ഫാക്ടർ. അതിന് ഫാക്ടർ എന്ന് പറയുന്നു. ഫാക്ടേഴ്സ് ഓൾവേസ് ഒക്കേഴ്സ് ഇൻ പെയർ. പിന്നെ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്. വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ. ദ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ഡോമിനന്റ് ക്യാരക്ടർ ആൻഡ് ദ സപ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് റിസസീവ് ട്രേറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇത് നമ്മൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, പാരന്റ് 1 ഗ്യാമേറ്റ്സ്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, F1 hybrid, capital T, small t. This is the dominant character, dominant trait, and this is the recessive trait. ഇത്ര എഴുതിയാൽ ലോ ഓഫ് ഡോമിനൻ്റ് ആയി. ഓക്കെ, ക്ലിയർ? ദിസ് ഈസ് ദ റിസസീവ് ട്രേറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് സെക്കൻഡ് ലോ ഏതാണ്? ഏതാണ് സെക്കൻഡ് ലോ? ലോ ഓഫ് സെഗ്രഗേഷൻ. ഒരു ജി അല്ല, 2 ജി ഇല്ല, ഒരു ജി ഉള്ളൂ. ലോ ഓഫ് സെഗ്രഗേഷൻ. ഓക്കെ, എന്താണ് സെഗ്രിഗേഷൻ? ഒന്നുമില്ല കേട്ടോ, ഇത്ര തന്നെ. ഈ ഒരു ക്ലോസ് പറഞ്ഞില്ലേ, ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് ഒരു പെയറായിട്ടുള്ള ഫാക്ടേഴ്സ് ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യും. അത് നമുക്ക് മോണോഹൈബ്രിഡ് ക്ലോസ് വെച്ച് പറയാലോ. അതുകൊണ്ടാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് സെഗ്രിഗേഷൻ ഇസ് ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്ലോസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്ലോസിൻ്റെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയാം. അപ്പോൾ എന്താ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ ദ ഫാക്ടേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് പെയർ ഇൻ പ്രസൻറ്റ് പാരൻറ്റ് വിച്ച് ഈസ് സെഗ്രിഗേറ്റഡ് ഫ്രം ഈച്ച് അതർ അല്ലേ. അപ്പോൾ നമ്മൾക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയാം. ദ ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ, ഇതാണ് പെയർ, ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ ഡ്യൂ ടു പീസ്. എങ്ങനെ ഈ ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഡ്യൂ ടു മിയോസിസ്. അത് നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ നമ്മളുടെ ലോ ഓഫ് സെഗ്രിഗേഷൻ്റെ ലോൻ്റെ ഡെഫിനിഷൻ പറഞ്ഞോളൂ. എന്താ പറയണ്ടേ? പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് അത് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസിലാണ് പറഞ്ഞത്. എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ? ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ, പെയറിനെ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ്
segregated factors making a pair is segregated during gamete formation due to എങ്ങനെയാണ് ഫോർമേഷൻ ഡ്യൂ ടു മിയോസിസ് അല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. എന്നിട്ട് ഏതായത് ഈ സെയിം ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതാണ് ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ. ഈ രണ്ട് ഫാക്ടേഴ്സ് ഒരു പെയറായിട്ട് കാണപ്പെടുന്നു അല്ലേ? അതെന്താണ്? പാരൻ്റൽ 1. ഇനി ഗ്യാമേറ്റ്സ് എഴുതുമ്പോൾ അതിൽ നിന്ന് ഒരാളെ വരുന്നുള്ളൂ, ഇവിടെ ഒരാളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ. അതായത് ഗ്യാമേറ്റ് ഫോർമേഷൻ എന്നുള്ള മെയിൽ ഗ്യാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് സെക്ഷൽ റിപ്രൊഡക്ഷനിലാണ് ഉണ്ടാവുക. ആ സെക്ഷൽ റിപ്രൊഡക്ഷൻ മൂലമാണ് വേരിയേഷനും റിക്കോമിനേഷനും ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ, ആ പെയർ എപ്പോഴാണോ അതിൽ മെച്യൂറൊക്കെ ആയി സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ സമയമാവുക, മെച്യൂരിറ്റി എത്തുക, അപ്പോൾ മീറ്റിംഗ് നടക്കണം അല്ലേ? ആ മീറ്റിംഗ് നടത്തേണ്ട സമയമാവുമ്പോൾ ഗ്യാമേറ്റ്സ് ഉണ്ടാവണം. ആ ഗ്യാമേറ്റ്സ് ഉണ്ടാവണമെങ്കിൽ അത് എന്താണ്? ആ ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യും. എങ്ങനെയാണ് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഡ്യൂ ടു മിയോസിസ്. അതിനെയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ? ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ ഡ്യൂ ടു റിഡക്ഷൻ ഡിവിഷൻ മിയോസിസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ. അപ്പോൾ ഒരു ഫാക്ടർ, ഇത് ക്യാപിറ്റൽ ടി ആണ്, ഇത് സ്മോൾ ടി ആണ് അല്ലേ? ഇതൊരു ഫാക്ടറാണ്, ഇതൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ സിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ ഏതാണ്? ക്യാപിറ്റൽ ടി. ഓക്കെ, ഇതെല്ലാതും ഫാക്ടർ, ഇതൊരു ഫാക്ടർ, ഇതൊരു ഫാക്ടറാണ്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഇത് സിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്, ഡിസിമിലർ. ഇത് രണ്ടിനെ എന്താ പറയുക? സിമിലർ പെയർ ഓഫ്, ഇത് ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് അല്ലേ? അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താ? സിമിലർ ഗ്യാമറ്റ്സ്. ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് ഈ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. നമ്മൾ ഒരെണ്ണം എഴുതാറുള്ളൂ. ഓക്കെ, ഇത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഇത് രണ്ടും സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നു. നമ്മൾ ഒരെണ്ണം എഴുതുള്ളൂ, എന്താ വെച്ചാൽ സിമിലർ ആയതുകൊണ്ട്. ഇവിടെ ഡിസിമിലർ ആയതുകൊണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് ഉണ്ടാവും, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ? ദ ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ ഡ്യൂ ടു റിഡക്ഷൻ ഡിവിഷൻ. Okay, that's all about the monohybrid cross and related to laws of Mendel, law of dominance and law of segregation. ഇനി third law ഏതാണ്? law of independent assortment, which is based on dihybrid cross. Okay, നമുക്കതുകൂടെ പറഞ്ഞിട്ട് നമ്മളെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. എന്തായാലും ബേസിക് കഴിഞ്ഞു. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മോണോഹൈബ്രിഡ് ക്രോസ് എന്താണ്, ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണ്, മെൻഡൽസിൻ്റെ 3 ലോസ് എന്താണ്, ടെസ്റ്റ് ക്രോസ് എന്താണ്. ഇത്രയും ടോപ്പിക്കുള്ളൂ. എന്തൊക്കെയാണ്? മോണോഹൈബ്രിഡ് ക്രോസ് എന്താണ്, ടെസ്റ്റ് ക്രോസ് എന്താണ്, മോണോഹൈബ്രിഡ് മെൻഡലിയൻ റേഷ്യോ, ജീനോട്ടിപ്പിക് ഫീനോട്ടിപ്പിക്, ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെൻഡലിൻ്റെ 2 ലോസ് ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു, ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അത് കഴിഞ്ഞിട്ട് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഓൾറെഡി നമ്മൾ പഠിച്ചു. 1:1 അല്ലേ? ഇനി നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് ക്രോസ് ആൻഡ് ഇറ്റ്സ് റേഷ്യോ, മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ, മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ, ഇത്രയും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഡൈഹൈബ്രിഡ് ക്രോസ്? ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. ക്രോസ് ബിറ്റ്വീൻ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ നമ്മളൊരു പാരൻറ്റിനെ എടുത്തു, 2 ക്യാരക്ടേഴ്സ് ഉള്ളത്, റൗണ്ട് യെല്ലോ. ഓൾറെഡി ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ക്രോസ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ടെസ്റ്റ് ക്രോസിൽ F1 ഹൈബ്രിഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസസീവ് ട്രേറ്റ് കൊണ്ടാണ്. ഇവിടെ നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്? മെൻഡലിൻ്റെ ക്രോസിൽ F2 ഉണ്ടാക്കുന്നത് മോണോഹൈബ്രിഡ് ആയാലും ഡൈഹൈബ്രിഡിലായാലും സെൽഫിങ് നടത്തിയിട്ടാണ്. ഓക്കെ, സെൽഫിങ് എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ F1 കുറച്ച് ജനറേഷൻസ് കിട്ടും അല്ലേ? F1 കുറച്ച് ജനറേഷൻസ് കിട്ടും. F1 ജനറേഷൻസിലെ 2 സെയിമിലായിട്ടുള്ള ആളെ സെൽഫ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് മെൻഡലിൻ്റെ F2 ഉണ്ടാക്കിയത്. ടെസ്റ്റ് ക്രോസിൽ എങ്ങനെയാണ് F2 ഉണ്ടാക്കുക?
F1 ഹൈബ്രിഡ്, അതായത് F1 ഹൈബ്രിഡ് കിട്ടി. അതൊരു ടോൾ പ്ലാന്റ് ആയിരുന്നു. അതിൻ്റെ റിസസീവ് എന്ന് പറഞ്ഞ ഒരു ചെടി, കുഞ്ഞ് ചെടി അല്ലേ, കുള്ളൻ ചെടിയായിട്ട് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ, അത് നമ്മൾ ജീനോടൈപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ചെടീനെ ഹോമോസൈഗസ് ടോൾ അല്ല കേട്ടോ, ഹെട്രോസൈഗസ് ടോളാണല്ലോ F1 ഹൈബ്രിഡ്. അതിനെ റിസസീവായിട്ടുള്ള ഡോർഫ് പ്ലാന്റിനോട് ക്രോസ് ചെയ്തിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ F1 മെൻഡേലിയൻ ക്രോസ് എന്ന് പറയുന്നത് ഓൾവേസ് F2 ഉണ്ടാക്കുക സെൽഫ് ചെയ്തിട്ടാണ് കേട്ടോ. ടെസ്റ്റ് ക്രോസിൽ മാത്രമാണ് റിസസീവ് ട്രേറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോവുകയാണ്. എ ക്രോസ് ബിറ്റ്വീൻ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് റൗണ്ട് യെല്ലോ സീഡഡ്, റൗണ്ട് ആയിട്ടിരിക്കുന്നത് യെല്ലോ കളേഡ്. ഓക്കെ, റൗണ്ട് ഷേപ്ഡ് യെല്ലോ കളേഡ് സീഡ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻറ്റു അതിൻ്റെ റിസസീവ് അപ്പോൾ എത്രയാണ് എൻ്റെ ജീനോടൈപ്പ് RR, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y. ആൻഡ് അപ്പോൾ ഇതിനെങ്ങനെ ഇതും നല്ല റൗണ്ടായിട്ട് യെല്ലോ സീഡായിട്ട് ഇരിക്കുന്നത് അല്ലേ, യെല്ലോ സീഡായിട്ട് റൗണ്ടായിട്ട് ഇരിക്കുന്ന ആൾ. അതിനെങ്ങനെ ക്രോസ് ചെയ്യും? എങ്ങനെ ക്രോസ് ചെയ്യുക? റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ. റൗണ്ട് യെല്ലോനെ നമ്മളെങ്ങനെ ക്രോസ് ചെയ്യും? റിങ്കിൾഡ്, ഇവിടെ ഏതെന്ത് ഗ്രീൻ തന്നെ എഴുതാം. ഓക്കെ, റിങ്കിൾഡ്. അപ്പോൾ ഇവിടെ ഗ്രീൻ പീസ് നമ്മൾ പറഞ്ഞു റിസസീവ് ക്യാരക്ടറാണെന്നല്ലേ. അപ്പോൾ സ്മോൾ ആർ, സ്മോൾ വൈ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? റിങ്കിൾഡ് ആണല്ലേ, ചുളിവൊക്കെയുള്ള ഒരു സീഡ്. അതിന് റൗണ്ട് ഒന്നല്ല, ഇത് റിസസീവ് ട്രേറ്റ് ആണ് കേട്ടോ. ഇവർ തമ്മിലുള്ള ക്രോസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ P1 എടുത്തു. ഇനി ഗ്യാമേറ്റ്സ് എടുത്തോളൂ. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, സ്മോൾ ആർ. നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ, നോക്കുക. അതായത് ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും എടുത്താൽ മതി. ഓക്കെ, റേഷ്യോ അപ്പോൾ ഇത് നമ്പർ കൂടും, അപ്പോൾ റേഷ്യോനെ നമ്മൾ ചെറുതാക്കേണ്ടി വരും. അതായത് 2:2:2 ഒന്ന് കിട്ടാം ഇതിൻ്റെ 2 എണ്ണം എടുക്കുമ്പോൾ ഒരുപോലുള്ള. അപ്പോൾ എന്താ കിട്ടുക? അതിനെ നമ്മൾ ചെറുതാക്കില്ലേ, 1:1:1:1 ആക്കും. അപ്പോൾ നമുക്കിവിടെ ഒരുപോലെയുള്ള ആളിൽ ഒരു പ്രാവശ്യം എടുത്താൽ മതി. മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ എന്താണ് ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ സ്മോൾ r, സ്മോൾ y. അതായത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ എടുത്തു? RY, പിന്നെ RY, 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 R ഇങ്ങനെ എടുത്തു അല്ലേ. അപ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തു ക്യാപിറ്റൽ RY, ക്യാപിറ്റൽ RY എല്ലാം എടുക്കുമ്പോൾ ഒരുപോലെ കിട്ടുക. അപ്പോൾ നമുക്കിത് നമ്പർ കൂടുന്നതിനനുസരിച്ച് കുറേ പ്രോജനീസ് കിട്ടും. അപ്പോൾ നമുക്ക് 4:4:4:4 കിട്ടും ടെസ്റ്റ് ക്രോസ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത്രയും വലുതാക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇതിന് എന്തായാലും സിമിലർ ആയിട്ടുള്ള ടൈപ്പിലേ കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഹെട്രോസൈഗസ് ആകുമ്പോൾ അങ്ങനെയല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് കിട്ടുന്നതുകൊണ്ട് അതെല്ലാം എടുക്കണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ് ഇവിടെ സ്മോൾ RY. അപ്പോൾ F1 എങ്ങനെയാണ് F1 കിട്ടുക? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y. റൗണ്ട് യെല്ലോ, ഹോമോസൈഗസ് അല്ല, ഹെട്രോസൈഗസ് ഡോമിനൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ F1 സെൽഫ് ചെയ്യാൻ പോവുക. F1 സെൽഫിങ്. ഓക്കെ, എന്നിട്ട് F2 കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ P2 പാരൻ്റ് എങ്ങനെയായിട്ട് വരും? PRRYY ഇൻറ്റു RRYY. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് ക്രോസ് ചെയ്യാൻ ഡൈഹൈബ്രിഡ് ക്രോസ് പറ്റില്ല. അപ്പോൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ കുറേ പ്രോജനീസ് ഉണ്ടാവും, ഒരു 16 പ്രോജനീസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരും. അപ്പം മെൻ്റൽ എന്ത് ചെയ്തു? F2 F3 ഒക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ണറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ക്വയർ ഉണ്ടാക്കി. ആ സ്ക്വയറിൻ്റെ സഹായത്തോടു കൂടി ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് പോലെ പണ്ണറ്റ് സ്ക്വയറിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്തുണ്ടാക്കിയത്? പ്രോജനീസിൻ്റെ ആ ഒരു ചാർട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പാരൻ്റ് 2 ആണെങ്കിൽ നമുക്ക് ഗ്യാമേറ്റ്സും കൂടി എഴുതി വയ്ക്കാം. ഗ്യാമേറ്റ് എങ്ങനെ എഴുതും? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y ഒരു ഗ്യാമേറ്റ്സ്. അടുത്തത് ക്യാപിറ്റൽ R, സ്മോൾ y രണ്ടാമത്തെ ഗ്യാമേറ്റ്സ്. ഓക്കെ, അടുത്തത് സ്മോൾ r, ക്യാപിറ്റൽ Y ഒരു ഗ്യാമേറ്റ്സ്. അടുത്തത് സ്മോൾ r, സ്മോൾ y ഒരു ഗ്യാമേറ്റ്സ്. ഇവിടെ സിമിലർ അല്ലേ? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, സ്മോൾ y, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ r, സ്മോൾ y. ഇതാണ് ഗ്യാമേറ്റ്സ്. ഇനി നമ്മൾ പണ്ണറ്റ് സ്ക്വയർ ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് പണ്ണറ്റ് സ്ക്വയർ? ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കൈ കൊണ്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ.
നെക്സ്റ്റ് കുറച്ചുകൂടി ഭംഗി വരാൻ ഇത് ഉപയോഗിച്ചു എന്ന് മാത്രം കേട്ടോ. സ്കെയിൽ വെച്ചിട്ടില്ലേ നല്ല ഭംഗിയിൽ കിട്ടാനായിട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ ഓക്കെ. നമ്മൾ എന്തുണ്ടാക്കണം? സ്ക്വയർ ഉണ്ടാക്കണം അല്ലേ. അതിൽ 16 4 × 4 16. ഓക്കെ. അടുത്തത് ഇനി കൈ കൊണ്ട് വരയ്ക്കാം. സമയം കളയണ്ട. 1 2 3 4 ഒരേപോലെ പ്രൊപ്പോർഷൻ ആയിക്കോട്ടെ കേട്ടോ. 1 2 3 4 അല്ലേ. കുറച്ചും കൂടി ഭംഗി ഉണ്ടായ എസ്കെൽ ഉപയോഗിച്ചാൽ ഓക്കെ. പക്ഷേ ഇത് ഇരിക്കട്ടെ. ഏതൊക്കെ നമ്മുടെ പ്രോജനീസ് അല്ല നമ്മുടെ ഗ്യാമേറ്റ്സ്? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ഓക്കെ. ഇനി അടുത്തത് റൗണ്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ക്യാപിറ്റൽ സെയിം. ഈ സെയിം ഇയാളുടെ ഗ്യാമേറ്റ്സ് ഇവിടെ വെച്ചു, ഇയാളുടെ ഗ്യാമേറ്റ്സ് ഇവിടെ ഇട്ടു. രണ്ടുപേരും തമ്മിൽ ക്രോസ് ചെയ്യണ്ടേ. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇട്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ പാടാണ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് ആയതുകൊണ്ട് F2 കൂടിയല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സെയിം ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. അപ്പോൾ രണ്ടാൾക്കാരുടെയും ഗ്യാമേറ്റ്സ് ആയല്ലോ. ഇത് ഇവിടെയായി, ഇത് ഇവിടെയായി. ഓക്കെ. ഇനി ക്രോസ് ചെയ്തോളൂ. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യാണ്. അപ്പോൾ എന്താ കിട്ടാം? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്കൊരു കളർ കൊടുക്കാം കേട്ടോ. ഇതെന്തായിരിക്കും? ഇതെല്ലാം റൗണ്ട് യെല്ലോ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, റൗണ്ട് യെല്ലോ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, റൗണ്ട് യെല്ലോ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, റൗണ്ട് യെല്ലോ. ഓക്കെ. അടുത്തത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, റൗണ്ട് യെല്ലോ. അടുത്തത് നമുക്ക് നോക്കുമ്പോഴേ അറിയാം. ക്യാപിറ്റൽ ആർ പിന്നെ ആരാണ്? സ്മോൾ വൈ അല്ലേ. അപ്പോൾ ഇതിനൊരു ഏത് കളറാണ്? റൗണ്ട് ഗ്രീൻ എന്ന് കൊടുത്തു. ഓക്കെ. ഇനി അടുത്തത് നോക്കുക. റൗണ്ട് ഗ്രീൻ. അടുത്തത് എഴുതി നോക്കൂ. ഗ്രീൻ എടുത്തിട്ട് എഴുതാം. വേറെ ആവാനാണ് ചാൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ എന്താ എഴുതേണ്ടത്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. ഓക്കെ. അപ്പോൾ അതെന്താ? റൗണ്ട് യെല്ലോ തന്നെ വരുന്നത്. നമുക്ക് ഈ സെയിം കളർ കൊണ്ട് തന്നെ എഴുതാം, ഗ്രീൻ കൊണ്ട് എഴുതാം. ഓക്കെ. എല്ലാം നമുക്ക് ഇതുകൊണ്ട് തന്നെ എഴുതാം. ഓക്കെ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, റൗണ്ട് യെല്ലോ. ഓക്കെ. അടുത്ത നോക്കുമ്പോൾ നമ്മൾക്ക് കാണാം എന്താണ് നമ്മൾ നേരത്തെ എഴുതിയ ആൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഓക്കെ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്ന് പറയുമ്പോൾ ഏതാ? റൗണ്ട് ഗ്രീൻ. ഓക്കെ. അടുത്തത് ഗ്രീനിനെടുക്കുക. അത് തന്നെയാണ് വരുന്നത്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. ഓക്കെ. റൗണ്ട് യെല്ലോ. അടുത്തത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഓക്കെ. റൗണ്ട് യെല്ലോ. അടുത്തത് നോക്കുക കേട്ടോ. വേറൊരു കളറിൽ എടുക്കാം. നമുക്ക് നോക്കുക. ആർ വൈ. അപ്പോൾ എന്തായി? അത് റിങ്കിൾഡ് യെല്ലോ ആയി അല്ലേ. റിങ്കിൾഡ് യെല്ലോ ആയി. ഇനി അടുത്തത് നോക്കുക. സ്മോൾ ആർ തന്നെ വരൂ. ക്യാപിറ്റൽ
ഇവിടെ ക്യാപിറ്റൽ വൈ ആയിരുന്നു. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ വന്നു. റിങ്കിൾഡ് യെല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ ഗ്രീൻ തന്നെ എടുക്കേണ്ടി വരും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, റൗണ്ട് യെല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, നമ്മൾക്ക് യെല്ലോ എടുക്കേണ്ടി വരും. ഈ കളറ് എന്തുകൊണ്ടാണ് നോക്കുക. ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. അപ്പോൾ എന്താണ്, റൗണ്ട് ഗ്രീൻ. ഓക്കെ, അടുത്തത് നോക്കുക, ഇത് റിങ്കിൾഡ് വരും. അപ്പോൾ നമുക്ക് പിങ്ക് എടുക്കേണ്ടി വരും. നമ്മൾ കളർ മാറ്റിയത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, റിങ്കിൾഡ് യെല്ലോ. ഇനി നമുക്ക് ഒരു വേറൊരു കളർ എടുക്കേണ്ടി വരും. നോക്കാം, സ്മോൾ ആർ സ്മോൾ വൈ, റിങ്കിൾഡ് ഗ്രീൻ. എല്ലാം റിസസീവായി പോകും അല്ലേ. അപ്പോൾ നോക്കുക കേട്ടോ, എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 7 8 9 9 എണ്ണം ഒരുപോലുള്ളത് കിട്ടി അല്ലേ. 9 എണ്ണം ഒരുപോലുള്ളതിൻ്റെ കളർ നമ്മൾ ഗ്രീൻ ഉപയോഗിച്ചത്. അപ്പോൾ ഗ്രീൻ ഉപയോഗിച്ചിട്ട് എഴുതാം. 9 എന്ത് കിട്ടി? റൗണ്ട് യെല്ലോ കിട്ടി. 4 എത്ര എണ്ണം കിട്ടി? എന്ത് കിട്ടി? 4 റൗണ്ട് ഗ്രീൻ കിട്ടി. ഓക്കെ, 4 അല്ല കേട്ടോ, 3 റൗണ്ട് ഗ്രീൻ. എത്ര എണ്ണം കിട്ടി? 1 2 3 3 ആണേ. 3 റിമൂവ് ചെയ്യുക. 3. ഇനി അടുത്ത കളറ് നമ്മുടെ ഈ മെറൂൺ കളറ് 3 റിങ്കിൾഡ് യെല്ലോ കിട്ടി. ഇനി നമ്മുടെ ബ്ലൂ കളറ് 1 റിങ്കിൾഡ് ഗ്രീൻ കിട്ടി. അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? ഫീനോട്ടിപ്പിക് റേഷ്യോ. ഫീനോട്ടിപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫീച്ചർ നോക്കുമ്പോൾ ഒരു റേഷ്യോ കിട്ടി അല്ലേ. മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 9:3:3:1. മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയായിരുന്നു? 3:1 അല്ലേ. മോണോഹൈബ്രിഡ്. അപ്പോൾ മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? 1:2:1 അല്ലേ. ഒരെണ്ണം സ്മോൾ ഇത്, 2 എണ്ണം ഇത്, ഒരെണ്ണം ഇത് അല്ലേ. അപ്പോൾ നമുക്ക് ജീനോ ടൈപ്പ് ആകുമ്പോൾ ഈ 9:3:3:1 എങ്ങനെ എഴുതാം ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അതായത് ക്യാപിറ്റൽ ആർ നമുക്കൊന്ന് എഴുതി നോക്കാം. ക്യാപിറ്റൽ ആർ വൈ എന്ന് പറയുന്ന ഒരാളാണുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ആർ വൈ എന്ന് പറയുന്ന ഒരാളുണ്ട്. എത്ര എണ്ണുണ്ട്? 1 ഉണ്ട്. ഇനി ക്യാപിറ്റൽ ഈ നമ്മുടെ ഡോമിനൻ്റ് ക്യാരക്ടർ വന്നു, ഏതായിരുന്നു? റൗണ്ട് യെല്ലോ. എത്ര എണ്ണം വന്നു? റൗണ്ട് യെല്ലോ 9 എണ്ണം വന്നു അല്ലേ. അതിൽ ഒക്കെ ഡോമിനൻ്റ് ക്യാരക്ടറായിട്ട് വന്നത് 1 ഉള്ളൂ. ഇനി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നുള്ള കണ്ടീഷനിൽ എത്ര ആൾക്കാർ വന്നു എന്ന് നോക്കാം. ഓക്കെ, അത് 2 ആൾക്കാർ വന്നു. ഇതൊക്കെ ഉണ്ടാവും 1 2. ഓക്കെ, അത് 2. 9 പേരുണ്ട് കേട്ടോ. അതാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ക്യാപിറ്റൽ ആർ വൈ എന്നുള്ള പേരിൽ റൗണ്ട് യെല്ലോ കണ്ടോ. അത് എത്ര പേര് വന്നു? അതും 2 പേര് വന്നു. ഓക്കെ, ഇതാണ് 1. ക്യാപിറ്റൽ ആർ വൈ ക്യാപിറ്റൽ ആർ വൈ. ഇതാ കണ്ടോ, ഇതൊന്ന്. അതെത്ര പേര് വന്നു? 2 പേര് വന്നു. അപ്പോൾ എത്രയായി? 4 5. ഇനി എത്ര എണ്ണം കൂടി ഉണ്ട് ടോള്? അല്ല, ഫുൾ ഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ 9 പേരുണ്ട് അല്ലേ. റൗണ്ട് യെല്ലോ എന്ന് പറയുന്നത് 9 പേരുണ്ട്. ഇപ്പോൾ 5 ആയിട്ടുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം നമുക്ക്. ആർ വൈ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള എത്ര പേരുണ്ടായിരുന്നു? ഒരു 4 പേരുണ്ടായിരുന്നു. നോക്കി നോക്കാം. 4 പേര് ആരായിരുന്നു? ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള 4 പേര്. 1 2 3 4. ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾ 4 ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ റൗണ്ട് ആർ സ്മോൾ വൈ അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 1 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നുള്ളത് ഇത് തെറ്റിപ്പോയി കേട്ടോ. അതായത് എങ്ങനെയാണ്? ആർ
വൈ എന്നുള്ളത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ആർ വൈ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കൂ, ആർ വൈ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടായിരുന്നു നോക്കാം. ഇത് ആർ വൈ എന്ന് പറയുന്നത് ഇത് ഒന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ആർ വൈ ഇത് 1. അടുത്ത കണ്ടീഷൻ നോക്കൂ, ആർ വൈ എന്ന് പറയുന്നത് 1. അടുത്തത് ഇതിൽ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഈ 3 എണ്ണത്തിൽ 3 റൗണ്ട് ഗ്രീനിൽ ഒരെണ്ണം ഹോമോസൈഗസ് ആർ, പിന്നെ അതിൻ്റെ വൈ സ്മോൾ റിസസീവ് വൈ, ബാക്കിയുള്ളത് 2 എണ്ണം. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇനി ഇതിപ്പോൾ എത്ര എണ്ണമായി? 1 3 5 9 എണ്ണം. 9 നമ്പേഴ്സ് ആരായിരുന്നു? റൗണ്ട്, നമ്മൾ ഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ റൗണ്ട് യെല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റൗണ്ട് ഗ്രീനിൽ ഒരെണ്ണം ക്യാപിറ്റൽ ആർ വൈയും 2 എണ്ണം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വൈയും ആണ്. ഓക്കെ, അപ്പോൾ റൗണ്ട് ഗ്രീൻ 3-ന് 9:3:3:1 അല്ലേ? അപ്പോൾ എത്ര റേഷ്യോ? ഇനി നമുക്ക് എന്താ ഉള്ളത്? റിങ്കിൾഡ് യെല്ലോ അല്ലേ? റിങ്കിൾഡ് യെല്ലോ അല്ലേ ഉള്ളത്? റിങ്കിൾഡ് യെല്ലോ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. റിങ്കിൾഡ് യെല്ലോ 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കളറുള്ള ആൾക്കാർ എടുക്കുക. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ആർ വൈ എന്നുള്ളത് എത്ര എണ്ണം? ഒരെണ്ണവും. ആർ വൈ എന്നുള്ളത് 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ നോക്കുക, റിങ്കിൾഡ് ആർ വൈ എന്നുള്ളത് ഒരെണ്ണം, ആർ വൈ എന്നുള്ളത് 2 എണ്ണം. അപ്പോൾ നിങ്ങൾ ആ റേഷ്യോ ഒന്ന് മാറ്റി എഴുതി നോക്ക്. അതായത് പിന്നെ നമ്മുടെ അവസാനത്തെ ആൾ ആർ വൈ 1, അതാരാണ്? റിങ്കിൾഡ് ഗ്രീൻ. ഓക്കെ, ഇനി നമ്മൾ ജീനോട്ടിപ്പിക് റേഷ്യോ എഴുതി നോക്കാം കേട്ടോ. 9 ആരാണ്? റൗണ്ട് യെല്ലോ, 3 റൗണ്ട് ഗ്രീൻ, 3 റിങ്കിൾഡ് യെല്ലോ, 1 റിങ്കിൾഡ് ഗ്രീൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ റേഷ്യോനെ നമ്മൾ എത്രയായിട്ട് കിട്ടി? 1:2:2:4. നോക്കപ്പോൾ 4 2 6 8 9 അല്ലേ? ഇനി ഇതിനെ 1:2, ഇതിനെ 1:2, ഇതിനെ 1 അല്ലേ? അപ്പോൾ എത്ര റേഷ്യോ? 9:3:3:1ൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്ര കിട്ടി? നമ്മൾക്കിപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ ലെറ്റർ മാറ്റാം, കളർ മാറ്റാം. എന്താണ്? ഡൈഹൈബ്രിഡ് മെൻഡേലിയൻ ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, എത്രയാണെന്ന് നോക്കാം. 1:2:2:4. 4 2 6 2 8 9. പിന്നെ 1:2 അല്ലേ? അടുത്താരായിരുന്നു? റൗണ്ട് യെല്ലോ. ഇതേതായിരുന്നു? റിങ്കിൾഡ് ഗ്രീൻ. അടുത്തത് 1, അതാരായിരുന്നു? റിങ്കിൾഡ്. ഇത് റൗണ്ട് യെല്ലോ, ഇത് റൗണ്ട് ഗ്രീൻ, ഇത് റിങ്കിൾഡ് യെല്ലോ. അടുത്തത് റിങ്കിൾഡ് ഗ്രീൻ, ഒരാൾ മാത്രമുള്ളത്. അപ്പോൾ ഈ റേഷ്യോ എത്രയായി നോക്കി? 9:3:3:1 ആണ് നമ്മുടെ മെൻഡേലിയൻ ഫീനോട്ടിപ്പിക് റേഷ്യോ. അതിനെ മാറ്റുമ്പോൾ 9 എണ്ണത് ഇത്. ഓക്കെ, ആരാണ്? 9, ഇത് 3. ഓക്കെ, അപ്പോൾ എന്താണ് ഡൈഹൈബ്രിഡ് മെൻഡേലിയൻ ജീനോട്ടിപ്പിക് റേഷ്യോ? ഒന്ന് പറഞ്ഞേ. 9:3. ഡൈഹൈബ്രിഡ് മെൻഡേലിയൻ ഫീനോട്ടിപ്പിക് റേഷ്യോ ഈസ് ഈക്വൽ ടു 9:3:3:1. അതിന് 9:3:3:1. 9 എങ്ങനെ എഴുതാം? 1:2:2:4. പിന്നെ 3 എങ്ങനെ എഴുതാം? 1:2. അടുത്ത 3 എങ്ങനെ എഴുതാം? 1:2. 1 അല്ലേ? അപ്പോൾ ഇതാണ് ഡൈഹൈബ്രിഡ് മെൻഡേലിയൻ ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഭംഗിയിൽ ഇതിപ്പോൾ നമ്മൾക്ക് ഇത്രയും എഴുതാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട വരില്ല ജീനോട്ടിപ്പിക് റേഷ്യോ, പക്ഷെ അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഭംഗിയായിട്ട് ഈ ഫീനോട്ടിപ്പിക് റേഷ്യോ ജീനോട്ടിപ്പിക് റേഷ്യോ സുഖമായിട്ട് ഭംഗിയായിട്ട് എളുപ്പത്തിൽ ഈസി ആയിട്ട് പഠിക്കാൻ ഈ ഒരു റേഷ്യോനെ കുറച്ചും കൂടി ഭംഗിയാക്കിയെന്ന് പറഞ്ഞാൽ ഈസിയാക്കി. എങ്ങനെയാണെന്ന് നോക്കാം. 121 എഴുതാം. അതിൻ്റെ ഡബിൾ എത്രയാണ്? 1:2. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക 2 കൊണ്ട്. 242. പിന്നെ 121. റേഷ്യോ ഒന്ന് നോക്ക്.
റേഷ്യോ എങ്ങനെയായി? 1:2:1:2:4:2:1 1:2:1 നോക്ക്. 1:2:1 കഴിഞ്ഞു അല്ലേ? അടുത്തത് 2:4:2 നോക്ക്. 2:4:2 നോക്കി. 1:2:1 നോക്കപ്പോൾ 1:2:1 2:4:2 1:2:1. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കരുത്, ഇത് മൊത്തം 9 ആദ്യത്തെ 9 നമ്മുടെ റൗണ്ട് യെല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റേഷ്യോ നമ്മൾ 9 ഇതിന് നമ്മൾ എഴുതുമ്പോൾ 1:2:2:4. ഇനി 3 റൗണ്ട് ഗ്രീൻ അല്ലേ? അപ്പോൾ അത് 1:2. 3 റിങ്കിൾഡ് യെല്ലോ, അത് 1:2. റിങ്കിൾഡ് ഗ്രീൻ 1. അങ്ങനെയാവുമ്പോൾ കറക്റ്റ് ഫോർമാറ്റിൽ ഫീനോടൈപ്പിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ എഴുതണമെങ്കിൽ 9 9:3:3:1 നമ്മൾ എങ്ങനെ എഴുതും? 1:2:2:4:1:2:1. ഓക്കെ, ഇതിന് നമ്മൾ എളുപ്പത്തിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? 121 242 121. ഓക്കെ, ഈസി ആയിട്ട് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ്? 121 ഇസ്റ്റു ആയിട്ട് പറയുക. റേഷ്യോ ആയിട്ട് പറയുമ്പോൾ 1:2:1 2:4:2 1:2:1. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ റേഷ്യോസ് പഠിച്ചു? മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 3:1. മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 1:2:1. ഇനി മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണ്? 1:1. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണ്? 1:1:1:1. ഇനി ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 9:3:3:1. ഇനി ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 1:2:2:4:1:2:1. ഇതിനെ നമ്മൾ എങ്ങനെയാണ് സുഖമാക്കിയിട്ട് പറയണത്? എങ്ങനെയാണ് പറയുക? പറഞ്ഞോളൂ. 1:2:1 2:4:2 1:2:1. Clear? That's all about the ratios, different ratios. ഇത്ര റേഷ്യോസ് ബൈ ഹാർട്ടായിട്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡൈഹൈബ്രിഡ് റേഷ്യോ റിലേറ്റ് ചെയ്തിട്ട് ഡൈഹൈബ്രിഡ് റേഷ്യോൻ്റെ ബേസിസിൽ ഇൻഹെറിറ്റൻസ് ഓഫ് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ തേർഡ് law of inheritance. First law is law of dominance. When a pair of contrasting characters are brought together in a hybrid, one character is expressed over the other. The expressed character is dominant character and the suppressed is recessive trait. Okay, പിന്നെന്താ അടുത്തത് പറഞ്ഞത്? law of segregation. Fact is making a pair is segregated during gamete formation. അടുത്തത് തേർഡ് ലോ ആണ്, വളരെ സിമ്പിളാണ്. Fact is making a pair is segregated during gamete formation and that segregation is independently of each other. എന്ന് പറയാട്ടോ. ഈ ലോ പറഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഡൈഹൈബ്രിഡ് കോഴ്സ് ഈ ലോ പറഞ്ഞിട്ട് ഡൈഹൈബ്രിഡ് കോഴ്സ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഡൈഹൈബ്രിഡ് കോഴ്സിൻ്റെ സെഗ്രിഗേഷൻ പറയുന്നുണ്ടല്ലോ, അത് പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കാം. ഫാക്ട് ഈസ് എന്താണ് ലോ പറയുന്നത്? ഫാക്ട് ഈസ് നമ്മൾ സെഗ്രിഗേഷനിൽ എന്തുവരെ പഠിച്ചു? ഫാക്ട് ഈസ് മേക്കിംഗ് എ പെയർ ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ ആദ്യം എഴുതാം. ഫാക്ട് ഈസ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഒരു ജി ഉള്ളൂ. സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് എപ്പോൾ? ഫാക്ട് ഈസ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ. ഓക്കെ, ക്ലിയർ? ഇനി നമ്മളൊരു സെൻറ്റൻസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് സെഗ്രിഗേഷൻ ഈസ്, ആ ഫാക്ട് ഈസ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിലെ F2ൻ്റെ അല്ലേ സെൽഫ് ചെയ്യുമ്പോൾ ഒരു ഡൈഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പാരൻറ്റ് കിട്ടും അല്ലേ. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു പാരൻറ്റിനെ തമ്മിൽ സെൽഫ് ചെയ്യുമ്പോൾ അവരുടെ ഗ്യാമേറ്റ്സ് എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻ്റ്ലി. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഗ്യാമേറ്റ്സ് എങ്ങനെ ഉണ്ടാകുക? ക്യാപിറ്റൽ ആർ വൈ ആയിട്ട് കൂടി ചേർന്നിട്ട് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആയിട്ട് കൂടി ചേർന്നിട്ട് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഗ്യാമേറ്റിൻ്റെ സെഗ്രിഗേഷൻ നടക്കുന്നത്? ആൻഡ് ദാറ്റ് സെഗ്രിഗേഷൻ എങ്ങനെയാണ് സെഗ്രിഗേഷൻ? ദാറ്റ് സെഗ്രിഗേഷൻ ഈസ്
ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. അത് പരസ്പരം ഇൻഡിപെൻഡൻ്റ്ലി ഈച്ച് അതർ ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. നോക്കൂ കേട്ടോ, ഡൈഹൈബ്രിഡ് ക്രോസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഫാക്ട് ഈസ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമെറ്റ് ഫോർമേഷൻ. ആ സെഗ്രിഗേഷൻ എങ്ങനെയാണ്? ഒരു പെയറായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു അല്ലേ, ക്യാപിറ്റൽ ആർ ഇതൊരു പെയറായിട്ടുള്ള ക്യാരക്ടർ. ഇതെങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തത്? ഇൻഡിപെൻഡൻ്റ്ലി. കുറച്ച് 4 ഗ്യാമേറ്റ്സ് ഇങ്ങോട്ടും വന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടും വന്നു. ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഫാക്ടേഴ്സ് മേക്കിംഗ് പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമെറ്റ് ഫോർമേഷൻ. അത് മോണോ ഹൈബ്രിഡ് ക്രോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോണോ ഹൈബ്രിഡ് ക്രോസിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ F2 ക്രോസ് നടത്താനായിട്ട് F1 സെൽഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാമേറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇത്രയും സെഗ്രിഗേഷൻ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ച് പറയുമ്പോൾ മാത്രമാണ് ആ സെഗ്രിഗേഷൻ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് മെൻഡേലിയൻസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് തേർഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, മെൻഡൽസ് തേർഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമെറ്റ് ഫോർമേഷൻ ആൻഡ് ദാറ്റ് സെഗ്രിഗേഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. ഇത്രയേ ഉള്ളൂ. ഈ സെൻറ്റൻസ് ഒന്ന് കൂട്ടിച്ചേർത്തുന്നുള്ളൂ സെഗ്രിഗേഷൻ്റെ കൂടെ. ഇത്രയാണ് തേർഡ് ലോ ഓഫ് മെൻഡൽസ് തേർഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? Pair of traits are combination in a hybrid. Segregation of one pair of characters independent of the other pair of characters എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു സിമ്പിൾ ഡെഫിനിഷനാക്കി മാറ്റിയതാണ്. ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമെറ്റ് ഫോർമേഷൻ ആൻഡ് ദാറ്റ് സെഗ്രിഗേഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. ഈ സെൻറ്റൻസ് തന്നെ പഠിച്ചാൽ മതി. നമ്മൾ ടെക്സ്റ്റിലുള്ള അതിലും സിമ്പിളായിട്ട് നമുക്ക് ലോ ഓഫ് സെഗ്രിഗേഷൻ്റെ കൂടെ ഒരു സെൻറ്റൻസ് കൂടി ചേർന്നാൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബേസിക്കായിട്ട് വരുന്ന ഈ പാർട്ട് 1 പാർട്ട് 2 പറയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ ജെനറ്റിക്സ്, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് നമ്മളിത് പഠിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ ഏകദേശം നമ്മൾ 10th ജെനറ്റിക്സിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. കുറച്ചും കൂടി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്ന് മാത്രം. ഇനി പറയുന്നത് നമ്മൾക്ക് ഒന്നും പഠിച്ചിട്ടുള്ള പുതിയൊരു ടോപ്പിക്കാണ് നോൺ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസ്. അത് നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ബൈ.